പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, മെയ് മാസത്തിലെ ആദ്യ ചൊവ്വാഴ്ചത്തെ ആരാധനയിലേക്ക്, ഉടമ്പടി പ്രാർത്ഥനയിലേക്ക് നമ്മൾ പ്രവേശിക്കുക. ആദ്യ ചൊവ്വാഴ്ച ഏകദിന ഉപവാസ ഉടമ്പടി ധ്യാനത്തിൽ ഇപ്പോൾ ലോകത്തിന് നാനാഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവർ, ഉടമ്പടി ചെയ്ത് പ്രാർത്ഥിക്കുന്നവർ, അവരുടെ നിയോഗങ്ങളെല്ലാം ഇപ്പോൾ മനസ്സിലോർത്ത് പ്രാർത്ഥിക്കുക. അവരുടെ ആവശ്യങ്ങളെല്ലാം നിങ്ങൾ മനസ്സിലോർക്കണം. ഓൺലൈനായിട്ട് ഉടമ്പടി ചെയ്തിട്ടുള്ളവരെല്ലാം ഓർക്കണം. ലൈറ്റ് ദ ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ടുകൊണ്ട് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് പ്രാർത്ഥിക്കുന്നവർ മനസ്സിലാ നിയോഗങ്ങൾ ഇപ്പോൾ ഓർത്ത് പ്രാർത്ഥിക്കണം. കൃപാസനം ഗൂഗിൾ മീറ്റിൽ, യൂക്കറിസ്റ്റ് മീറ്റിൽ വിശ്വാസത്തോടു കൂടി, ദൈവസ്നേഹത്തോടു കൂടി ദിവ്യകാരുണ്യ ഈശോയെ വരവേൽക്കാം. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ സ്തോത്രം, യേശുവേ നന്ദി കർത്താവേ, സ്തോത്രം ദൈവമേ, സ്തുതിക്കുന്ന കർത്താവേ, ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ സ്തോത്രം, യേശുവേ നന്ദി കർത്താവേ, സ്തോത്രം ദൈവമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ ശബ്ദമായി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. Thank you Jesus. Hallelujah, hallelujah, hallelujah. ചേർന്ന് പാടാം. ചുവന്നയിൻ പാപം വെണ്മഞ്ഞു പോലെ ശുദ്ധമായി അഭിഷേകമായി നിന്നെ കേൾക്കുകയാണ്. ഈശോയുടെ സാന്നിധ്യം നന്ദി പറയട്ടെ. യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി കർത്താവേ, സ്തോത്രം ദൈവമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ നന്ദി, യേശുവേ നന്ദി കർത്താവേ, സ്തോത്രം ദൈവമേ. സ്തുതിക്കുന്ന കർത്താവേ, ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. തളർത്തിടും നേരം അത്താണിയായും എല്ലാവരും ഉണ്ടായിരിക്കട്ടെ. ഹല്ലേലൂയ, യേശുവേ നന്ദി കർത്താവേ, കർത്താവേ ഞങ്ങളങ്ങേ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മനസ്സിന്റെ നിയോഗങ്ങൾ കർത്താവേ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ലോകമാസകലമുള്ള എല്ലാ കൊറോണ വൈറസ് രോഗികളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ അവരുടെ സാന്നിധ്യം വെളിപ്പെടുത്തണമേ. യേശുവേ, യേശുവേ, കരങ്ങൾ വീശി യേശുവേ ആരാധിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കട്ടെ. യേശുവേ, യേശുവേ നന്ദി കർത്താവേ, കർത്താവായ ദൈവമേ, സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഇപ്പോൾ കർത്താവേ ഓൺലൈന് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമക്കള് ഷഖീന ടിവിയിൽ കർത്താവേ ശുശ്രൂഷ കണ്ട് പ്രാർത്ഥിക്കുന്നവർ അവരുടെ എല്ലാ നിയോഗങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. ഇരിക്കുക സഹോദരങ്ങളെ. ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവരും ഇപ്പോഴിരുന്ന് ഈ ധ്യാനം, ഉടമ്പടി ധ്യാനം കൂടാവുന്നതാണ്.
നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ച മരിയൻ ഉടമ്പടി ധ്യാനത്തിലെ സമയത്തെ ചുരുക്കുന്ന ഉടമ്പടി ഘടകം എന്താണ്, നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ഓരോ വിഷയത്തിൻ്റെ മേലുള്ള അതിനാവശ്യമായ സമയത്തെ ചുരുക്കുന്ന ഉടമ്പടിയുടെ ഘടകമെന്താണ്, ഈ ധ്യാനത്തിലാണ് നമ്മൾ പശ്ചാത്താപത്തെക്കുറിച്ച് ധ്യാനിക്കാനിടയായത്. ഉടമ്പടിയുടെ പ്രധാനപ്പെട്ട ഉടമ്പടി എടുത്തിട്ടുള്ളവർ അത് എൻ്റെ ശ്രദ്ധയിൽ കഴിഞ്ഞ പുതിയ ഒരു ലോക്ക്ഡൗണിൻ്റെ കാലം കഴിഞ്ഞ് ഉടമ്പടി തുടങ്ങിയപ്പോൾ ഉടമ്പടി പുതുക്കാൻ വരുന്നവർ കുമ്പസാരിച്ചിട്ട് സ്വാഭാവികമായിട്ടും ഒരു വർഷം കഴിഞ്ഞിരുന്നു. കുറച്ച് പേരൊക്കെ കുമ്പസാരിച്ചായിരുന്നു. അപ്പോൾ ഉടമ്പടി പുതുക്കാനുള്ളവരോട് കുമ്പസാരത്തെക്കുറിച്ച് കൗൺസിലർ സംസാരിച്ചപ്പോഴേ കുമ്പസാരം ഒരു ഘടകമായി പല ആൾക്കാർക്കും ആന്തരികമായിട്ട് തോന്നിയിട്ടില്ല. ലോക്ക്ഡൗൺ ആയിരുന്നു, വൈദ്യരെ കുമ്പസാരിക്കാൻ കിട്ടിയില്ല, അതുകൊണ്ട് കുമ്പസാരിച്ചില്ല, അത്രയും ആശ്വാസമായി എന്ന രീതിയിലാണ്. അതുകൊണ്ട് അങ്ങനെ കുമ്പസാരിക്കാൻ കിട്ടാൻ അവസരം കൊണ്ട് എൻ്റെ പാപാവസ്ഥകൾ ശരിക്കും ഉടമ്പടി വിഷയത്തെ സ്വാധീനിച്ചോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ച് ആഴമായ കാഴ്ചപ്പാട് പലർക്കും ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് ഈ വിഷയം വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ കഴിഞ്ഞ ആഴ്ച മുതൽ ഉടമ്പടിയുടെ ടൈം കണ്ടൻറ്റ് എക്സിക്യൂട്ട് ചെയ്യണത്, അത് നിലവിൽ വരുന്നത്, അത് ആക്ടിവേഷൻ ആകണത് ഉടമ്പടി സമയ ചുരുക്കത്തിൻ്റെ പ്രാർത്ഥനയാണ്, അഥവാ സമയബന്ധിതമായ ഒരു പ്രാർത്ഥനയാണ്. ഈ സമയബന്ധിതമായ പ്രാർത്ഥനയുടെ ടൈം കണ്ടൻറ്റ് എന്തുകൊണ്ടാണ് അത് ആക്ടിവേറ്റ് ആകാത്തത്? അതിൻ്റെ പ്രധാനപ്പെട്ട ഘടകം പശ്ചാത്താപമാണ്. പശ്ചാത്താപവും അതാ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പൊതുവേ കണ്ടത്. പശ്ചാത്താപവും ഉടമ്പടിയുടെ സമയഘടകവും തമ്മിൽ ഇൻ്റർകണക്റ്റഡാണ്. ഉടമ്പടിയുടെ സമയഘടകം അതുപോലെ തന്നെ പശ്ചാത്താപവും തമ്മിൽ ഇൻ്റർകണക്റ്റഡാണ്. സമയഘടകം ആക്ടിവേറ്റ് ചെയ്യണത്, പ്രവർത്തനക്ഷമമാകുന്നത് പശ്ചാത്താപം അതിലേക്ക് വരുമ്പോഴാണ്. അതുകൊണ്ടാണ് ആ വിഷയത്തിലാണ് നമ്മൾ ആദ്യം ഉടമ്പടി വെളിപ്പെടുത്തിയ കാലങ്ങളിലുള്ള ആദ്യ വചനങ്ങളെ നമ്മൾ ശ്രദ്ധിച്ചത്. നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ, നമ്മൾ ജോഷുവ 3:5 വായിച്ചത്, നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ, നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും. അപ്പോഴേ ഇതിൻ്റെ പ്രൈമറി വചനങ്ങളെന്ന് പറയുന്നത് ഐസയ 1:18 അതാണ് ഫസ്റ്റ് വേഡ്. ഉടമ്പടി പുസ്തകം രൂപകൽപ്പന ചെയ്യുമ്പോൾ ഫസ്റ്റ് റെവലേഷൻ വേഡ് വന്നത് ഐസയ 1:18. എന്താണത്? അനുതപിച്ചാൽ നിങ്ങൾ അനുഗ്രഹം പ്രാപിക്കും. ഇനി അനുതാപത്തിൻ്റെ കണ്ടൻറ്റ് വൈസ് അനുഗ്രഹത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു? അനുതാപത്തിൻ്റെ കണ്ടൻറ്റ് വൈസ് അതിൻ്റെ ചേരുവകൾ അനുഗ്രഹത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു? അതിൻ്റെ ഒന്നാം ഘടകത്തിലെ അനുതാപത്തിൻ്റെ കണ്ടൻറ്റുകൾ ടൈമിനെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നാണ് ജോഷുവ പറയണത്. അതാണ് അനുതപിച്ചാൽ നാളെ. അനുതാപം അനുഗ്രഹമായിട്ട് ഇൻ്റർകണക്റ്റഡാണ്, ഒരു സംശയമില്ലാത്ത കാര്യമാണ്. അപ്പോഴേ അത് ഐസയ 1:18 ആകുമ്പോൾ തന്നെ ഈ ടൈം കണ്ടൻറ്റ് എങ്ങനെയാണ് ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യണത്? 3:5 ജോഷുവയിൽ നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ, നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും. ഇപ്പം അത് പഴയ നിയമത്തിൻ്റെ ഒരു പശ്ചാത്തലമാണ്. പഴയ നിയമത്തിൻ്റെ പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ യേശു പാപക്ഷമ സ്വീകരിക്കാനുള്ള ഡിഫൈൻഡ് ആയിട്ടുള്ള സോഴ്സ് ഇല്ല, നിർവചിക്കപ്പെട്ട ഹൗ ടു ഗെറ്റ് റെമിഷൻ ഓഫ് സിൻസ് നമുക്ക് ഡിഫൈൻഡ് സോഴ്സിൻ്റെ അവ്യക്തത. ദൈവത്തോട് നമ്മളൊക്കെയാണ് അപേക്ഷിച്ചാൽ തീർച്ചയായിട്ടും പാപക്ഷമ ലഭിക്കുമെന്നുള്ള ബ്രോഡർ പെർസ്പെക്റ്റീവായിട്ടുള്ള ഒരു വിശാലമായിട്ടുള്ള ഒരു അർത്ഥമാണ്. പക്ഷേ പുതിയ നിയമത്തിലെ
അത് ഷാർപ്പായി വരും. എന്താ കാര്യം? യേശുവിൻ്റെ നാമമാണ് പാപക്ഷമയുടെ സോഴ്സ്. എന്താണ് കാര്യം? യേശുവാണ് പാപത്തിന് പരിഹാരം ചെയ്തത്. അപ്പോൾ പാപത്തിന് പരിഹാരം ചെയ്തത് യേശു ആയതുകൊണ്ട് തന്നെ പാപക്ഷമയുടെ പ്രൈമറി സോഴ്സ് ദൈവകരുണയാണ്. പക്ഷേ ദൈവകരുണയുടെ പ്രകടരൂപം എന്ന് പറഞ്ഞ യേശുവാണ്. ശരിക്കും ദൈവകരുണയാണ്. നമ്മൾ കപ്പോറെന്ന് പറയുന്ന കൃപാസനം തന്നെയാണ് ദൈവകരുണ. ഈ ദൈവകരുണയുടെ പ്രകടരൂപമാണ് യേശുവിൻ്റെ നാമം. അപ്പോൾ യേശുവിൻ്റെ നാമത്തിന് പാപക്ഷമ ലഭിച്ചിരിക്കുന്നതിൻ്റെ കാരണം യേശുവാണ് പാപത്തിന് മുദ്രവെക്കപ്പെട്ട ബലിക്കുഞ്ഞാട്. പിതാവായ ദൈവം എനിക്ക് അംഗീകാരം മുദ്ര ചാർത്തിയിരിക്കണമെന്ന് പറഞ്ഞില്ലേ? എല്ലാ കുഞ്ഞാടുകളിലും ഒന്നും ആരെങ്കിലുമൊക്കെ പാപക്ഷമ ചെയ്തുകൊണ്ട് പാപക്ഷമ കിട്ടണമെന്നില്ല. ഏത് ദൈവക്കുഞ്ഞാടിലാണ് ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടിലാണ് പിതാവായ ദൈവം അംഗീകാരം മുദ്ര ചാർത്തിയിരിക്കുന്നത്. ആ നാമമാണ് പാപക്ഷമയുടെ പ്രകടമായ അടിസ്ഥാനം. അതുകൊണ്ട് യേശുനാമത്തിലാണ് നമുക്ക് പാപക്ഷമ ലഭിക്കുന്നത്. യേശുനാമത്തിലാണ് പാപങ്ങളെ ഏറ്റുപറയണത്. യേശുനാമത്തിലാണ് അനുഗ്രഹം ലഭിക്കാൻ വിശ്വാസം ഏറ്റുപറയണത്. അപ്പോൾ പുതിയ കാലത്ത് വരുമ്പോൾ യേശുവിൻ്റെ നാമം മാത്രം രണ്ട് കാര്യത്തിന് ഒരേ ആക്ടിവേഷനാണുള്ളത്. യേശുവിൻ്റെ നാമത്തിൽ അനുദപിച്ചാൽ പാപക്ഷമ, യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിച്ചാൽ ദൈവാനുഗ്രഹം. ഒന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, യേശുവിൻ്റെ നാമത്തിൽ അനുദപിച്ച് പാപക്ഷമ സ്വീകരിക്കുവാൻ യേശുവിൻ്റെ നാമം ഏറ്റുപറഞ്ഞ് വിശ്വാസത്താൽ യേശുവിൻ്റെ നാമം ഏറ്റുപറഞ്ഞ് അനുഗ്രഹം പ്രാപിക്കുവാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഞങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവായ ദൈവമേ, യേശുവിന്റെ നാമത്തിൽ കർത്താവേ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് കർത്താവേ ദൈവത്തിന്റെ അഭിഷേകം സ്വീകരിക്കാൻ, പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ കർത്താവേ ഉടമ്പടി ധ്യാനത്തിലായിരിക്കുന്ന ഓരോ മക്കളെയും, ഈ ശുശ്രൂഷ കണ്ട് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളെയും ആശീർവദിക്കണമേ. ചേർന്ന് പാടാം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. ഉടമ്പടി എടുത്തിരിക്കുന്ന മക്കളെ അനുതാപ അനുഗ്രഹങ്ങളുടെ അടിസ്ഥാന നാമമായ യേശുവിൻ്റെ നാമം, നമ്മൾ മരിയൻ ഉടമ്പടി അമ്മയുടെ മധ്യസ്ഥമാണ് ഉള്ളത്. മരിയൻ ഉടമ്പടിയിൽ ശക്തമായ അമ്മയുടെ മാധ്യസ്ഥം അഥവാ അമ്മയുടെ മാധ്യസ്ഥത്തിൻ്റെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് അവൻ പറയണത് പോലെ ചെയ്യുവിനെന്നാണ്. നമ്മൾ ഇപ്പോൾ ക്രിസ്തു മാധ്യസ്ഥത്തിൻ്റെ അടിസ്ഥാന ഘടകം എന്താണ്? ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ്. ക്രിസ്തുവിൻ്റെ ഇപ്പം അവൻ ഏക മധ്യസ്ഥൻ എന്ന നിലയിൽ ക്രിസ്തു മാധ്യസ്ഥത്തിൻ്റെ അടിസ്ഥാന ഘടകം എന്താണ്? അവൻ മുന്തിരിച്ചെടി തായ്തടിയും നമ്മൾ ശാഖകളുമാകണം എന്നുള്ളതാണ്. അപ്പം ശാഖകളിൽ നിലനിൽക്കുന്ന
തായ്തടി നിലനിൽക്കുന്ന ശാഖയ്ക്ക് വളരെയേറെ ഫലം പ്രകടിപ്പിക്കാൻ കഴിയും. അതുപോലെ മരിയൻ മാധ്യസ്ഥത്തിൻ്റെ അടിസ്ഥാന ഘടകം എന്താണ്? അമ്മ ദൈവമാതാവാണ് എന്നുള്ളതിനേക്കാളുപരി ആ ദൈവമാതൃത്വം അമ്മയെ ആർജിച്ചത് അവൻ പറയണ പോലെ ചെയ്തിട്ടാണ്. അച്ഛൻ പറഞ്ഞാൽ മനസ്സിലായോ? അതായത് മരിയൻ മാധ്യസ്ഥത്തിൻ്റെ അടിസ്ഥാന ഘടകം എന്താണത്? അവൻ പറയണ പോലെ ചെയ്യുവേൻ, അല്ലാതെ അമ്മ ദൈവമാതാവാണ് എന്നുള്ളതല്ല. കാരണം അമ്മ ദൈവമാതാവാകണത് എങ്ങനെയാണ്? അവൻ പറയണ പോലെ ചെയ്തിട്ടാണ്. ഇതാ കർത്താവിൻ്റെ ദാസി, അങ്ങേ വചനം പോലെ എന്നിൽ നിറവേറട്ടെ എന്നാണ്. ഇപ്പോൾ വചനത്തെ നിറവേറ്റുന്നത് കൊണ്ടാണ് അമ്മ യേശുവിൻ്റെ മനുഷ്യാവതാരത്തിൻ്റെ മാനുഷിക പങ്കാളിയായി മാറണത്. മനസ്സിലായോ? അപ്പോൾ വചനത്തെ നിറവേറ്റിയത് കൊണ്ടാണ്, അഥവാ മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ അവൻ പറയണ പോലെ ചെയ്തത് കൊണ്ടാണ് അമ്മ കർത്താവിൻ്റെ ദൈവത്തിൻ്റെ മനുഷ്യാവതാരത്തിൻ്റെ മാനുഷിക പങ്കാളിയായി മാറണത്. അതുവഴിയാണ് അമ്മ ദൈവമാതാവായി മാറണത്. അപ്പം അമ്മയെ ദൈവമാതാവാക്കുന്നത് എന്താണ്? ഉടമ്പടി വചനമാണ്. അവൻ പറയണത് പോലെ ചെയ്യുന്ന. അപ്പം അമ്മയുടെ മധ്യസ്ഥത്തിൻ്റെ അടിസ്ഥാന ഘടകം എന്താണ്? അവൻ പറയണത് പോലെ ചെയ്യുകയാണ്. അതാണ് ഉടമ്പടി സംഭവിക്കുന്നത്. യേശുവിൻ്റെ മാധ്യസ്ഥത്തിൻ്റെ അടിസ്ഥാന ഘടകം യേശുവും നമ്മൾ തമ്മിലുള്ള കമ്മ്യൂണിയനാണ്. കമ്മ്യൂണിയൻ ഇല്ലെങ്കിൽ മാധ്യസ്ഥം നമുക്ക് ലഭിക്കത്തില്ല. മരിയൻ മാധ്യസ്ഥത്തിൻ്റെ അടിസ്ഥാന ഘടകവും കമ്മ്യൂണിയനാണ്. പക്ഷേ കമ്മ്യൂണിയൻ ടു എക്സിക്യൂട്ടിങ് ദ വേർഡ് ഓഫ് ഗോഡ്. നമ്മൾ ആ വചനം എങ്ങനെയാണ് പാലിക്കുന്നത്, അതുവഴിയാണ് നമുക്ക് മരിയൻ മാധ്യസ്ഥം എഫക്റ്റീവായിട്ട് കിട്ടുന്നത്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. യേശുവേ നന്ദി കർത്താവേ, സ്തോത്രം ദൈവമേ, കർത്താവായ ദൈവമേ, അമ്മേ സന്മേ പരിശുദ്ധ ദൈവമാതാവേ, അവൻ പറയുന്ന പോലെ ചെയ്ത് കർത്താവേ, ദൈവമാതൃത്വവും മാധ്യശക്തിയും ഞങ്ങൾക്ക് അഭിഷേകമായി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ ആരാധന, യേശുവേ ആരാധന. കരങ്ങൾ തുറന്നു പിടിച്ച് പാടാം. എല്ലാവരും ചേർന്ന് എല്ലാവരും ചേർന്ന് ഈ വിഷയങ്ങളൊക്കെ ഇങ്ങനെ ഒരു ഭാഗികമായിട്ട് വേണമെങ്കിൽ അച്ഛൻ പറയും. ഭാഗിക ദൈവശാസ്ത്രം, കംപ്ലീറ്റ് ദൈവശാസ്ത്രമാണ് ഞാൻ പറയണില്ല. സുവിശേഷ വിഹിതമായ ഒരു ദൈവിക കാഴ്ചപ്പാട്, ഉടമ്പടി പ്രാർത്ഥനയുടെ കാഴ്ചപ്പാടുകൾ, അത് നമ്മൾ ഷാർപ്പ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് വാഗ്ദാനം പ്രാപിക്കാൻ പറ്റും. ഇപ്പം നമ്മൾ ഉടമ്പടി പ്രാർത്ഥന, നമ്മൾ കൃപാസനത്തിലെ പ്രതിഷ്ഠയെ നമ്മൾ വിളിക്കുന്നത് എന്താണ്? അമ്മയെ വാഗ്ദാന പേടകമേ എന്നാണ്. കാര്യം ജനതകൾ പ്രവാചകന്മാരിലൂടെ പകർന്നു കിട്ടിയിട്ടുള്ള വാഗ്ദാനങ്ങൾ, അതിൻ്റെ പൂർണ്ണത യേശുക്രിസ്തുവാണ്. ജനതകൾ യേശുക്രിസ്തുവിനെ പ്രാപിച്ചത് മറിയം എന്നുള്ള വ്യക്തിയുടെ വിശ്വാസത്തിൽ നിന്നാണ്. ഇപ്പോൾ ക്രിസ്തുവിനെ പ്രാപിക്കാനുള്ള ഏറ്റവും ഷോർട്ടായിട്ട് രൂപമാണ് മരിയൻ മാധ്യസ്ഥത. പക്ഷേ മരിയൻ മാധ്യസ്ഥതയുടെ അതിൻ്റെ ഒരു ജീവശാസ്ത്രപരമായിട്ടുള്ള ഘടകം, അതിൻ്റെ ജൈവ ഘടകമെന്ന് മരിയൻ മാധ്യസ്ഥതയുടെ ജൈവ ഘടകമെന്ന് പറഞ്ഞാൽ എന്താണ്? അവൻ പറയണത് പോലെ ചെയ്യുക. അവൻ പറയണ പോലെ ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് ഒരു ഘടകം പശ്ചാത്താപമാണ്. എന്താ കാര്യം? അവൻ പറയണ പോലെ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകം എന്താണ്?
പശ്ചാത്താപമാണ്. അത് അങ്ങനെ പറയാൻ കാരണം ഇപ്പം മർക്കോസിൻ്റെ 1:15 വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും. മർക്കോസ് 1:15 എന്താ പറയണേ? സമയം സമാഗതമായിരിക്കുന്നു. അടുത്ത വചനം എന്താണ്? അനുദപിച്ച് എന്തു ചെയ്യണം? സുവിശേഷത്തിൽ വിശ്വസിക്കുകയും. ഏറ്റു പറഞ്ഞേ, സമയം സമാഗതമായിരിക്കുന്നു. അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുകയും. അപ്പോഴേ വിശ്വാസമാണ് ഇതിൻ്റെ അകത്ത് വരുന്ന വിഷയം. എന്തിൽ വിശ്വസിക്കണം? സുവിശേഷത്തിൽ വിശ്വസിക്കണം. ഏത് സുവിശേഷത്തിൽ? ദൈവത്തിൻ്റെ സുവിശേഷത്തിൽ. ദൈവത്തിൻ്റെ സുവിശേഷം എന്താണ്? എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ള സദ്വാർത്ത. ദാറ്റ് ഈസ് ജീസസ് ക്രൈസ്റ്റ്. ദൈവത്തിൻ്റെ സുവിശേഷം എന്ന് പറയുന്നത് എന്താണ്? യേശുതമ്പുരാനാണ്. യേശുതമ്പുരാനിൽ വിശ്വസിക്കാനാണ് പറയണത്. സമയം സമാഗതമായിരിക്കുന്നു, അനുദപിച്ച് യേശുവിൽ വിശ്വസിക്കുക. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, അവൻ പറയുന്നത് പോലെ ചെയ്ത് ഉടമ്പടിയിൽ വിശ്വസ്തത പാലിക്കാൻ, പാവങ്ങൾ ഏറ്റുപറയാൻ, അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കാൻ കർത്താവേ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അപ്പം അവൻ ആദ്യം പറഞ്ഞ വാക്കാണത്. അപ്പം അവൻ പറയണ പോലെ ചെയ്യുവാനാണ് ഉടമ്പടിയുടെ ഘടകം. പക്ഷെ അവൻ ആദ്യം പറഞ്ഞ വാക്ക് എന്താണ്? മർക്കോസിൻ്റെ 1:15 സമയം സമാഗതമായി. കൃപാസനം ആൽത്താരയിലെ 2004 ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ നെഞ്ചിൽ കണ്ടത് സമയമാണ്. ഈ സമയം നമ്മളെ സമയത്തിൻ്റെ സൂചന എവിടെ കണ്ടാലും സുവിശേഷം പശ്ചാത്താപത്തിൻ്റെ ഒരു പറയാത്ത സന്ദേശം പറയും. അതുകൊണ്ട് തന്നെയാണ് സമയബന്ധിതമായ ഉടമ്പടി പ്രാർത്ഥന, സമയാധിഷ്ഠിതമായ ഉടമ്പടി പ്രാർത്ഥനയുടെ പ്രധാനപ്പെട്ട ഘടകം ഈ അവൻ പറയണ പോലെ ചെയ്യുന്നതാണെങ്കിൽ അവൻ പറയുന്ന ആദ്യത്തെ കാര്യം എന്താണ്? സമയം സമാഗതമായിരിക്കുന്നു. എന്ത് ചെയ്യണം? അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കണം. അപ്പം അനേകം മക്കൾ ഉടമ്പടി എടുക്കുന്നുണ്ട്. യേശുവിനെ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നവരെക്കാളുപരി ഈ വചനം ഉദ്ദേശിക്കുന്നത് യേശുവിനെ ഇതുവരെ വിശ്വസിക്കാത്തവർക്ക് വേണ്ടിയാണ്. കാറ്റക്കിസം ഓഫ് ദി കാത്തലിക് ചർച്ചിലെ 1427 ഖണ്ഡികയിൽ ഇതിൻ്റെ വിശദീകരണമുണ്ട്. അതായത് സമയം സമാഗതമായിരിക്കുക എന്ന് വെച്ചാൽ യേശുവിനെ ഇതുവരെ വിശ്വസിക്കുന്നവരല്ല ഉദ്ദേശിക്കുന്നത്. യേശുവിനെ ഇതുവരെ വിശ്വസിക്കാത്തവരെ അനുതാപത്തിലേക്ക് ക്ഷണിക്കുന്ന ആദ്യ വചനമാണ് സമയം സമാഗതമായിരിക്കുന്നു, അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. അതുകൊണ്ടാണ് എല്ലാ ജനങ്ങളും ഉടമ്പടി എടുക്കുമ്പോൾ ഞങ്ങൾ പാപത്തെക്കുറിച്ച് അവരോട് സംസാരിക്കും, പാപത്തെ വെറുത്തുപേക്ഷിക്കേണ്ട രീതികളെക്കുറിച്ച് സംസാരിക്കും. ഒരിക്കൽ നമുക്ക് പ്രകാശം, ഒരിക്കൽ നമുക്ക് പാപക്ഷമ, ഒരിക്കൽ നമുക്ക് പ്രസാദവരം നഷ്ടപ്പെട്ടാൽ, കാര്യം ഉടമ്പടി പ്രസാദവരത്തിൽ നേരേണ്ട ഒരു കാര്യമാണ്. ഉടമ്പടിയുടെ എല്ലാ വാഗ്ദാനങ്ങളും പ്രാർത്ഥന അപേക്ഷകളും പ്രസാദവരം നേടുന്നത് വഴി അതിൻ്റെ കൂടെ നേടിയെടുക്കുന്ന കാര്യങ്ങളാണ്. ഉടമ്പടി ലക്ഷ്യം വെക്കുന്നത് പ്രസാദവരമാണ്. ദൈവരാജ്യത്തെ അതിന് നീതിയെയും കുറിച്ച് അന്വേഷിക്കുമ്പോൾ പ്രസാദവരത്തിൻ്റെ വഴിയായി. അതുകൊണ്ട് ഉടമ്പടി എപ്പോഴും ദൈവരാജ്യത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കും. നമ്മൾ 6:33 വായിക്കുന്ന പോലെ ദൈവരാജ്യത്തിൻ്റെയും അതിൻ്റെ നീതിയെയും കുറിച്ച് അന്വേഷിക്കുക, ബാക്കിയുള്ളത് ചേർത്ത് നൽകും. ഫിസിക്കൽ ഫേവേഴ്സ് അതിൻ്റെ കൂടെ ചേർത്ത് നൽകുന്നതാണ്. ആ ഫിസിക്കൽ ഫേവേഴ്സ് നേടാൻ വേണ്ടി ദൈവരാജ്യത്തിൻ്റെ നീതികളെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ നിങ്ങളുടെ നീതി ഫരിസയരുടെയും ചുങ്കക്കാരുടെയും നീതിയെ അത് ലംഘിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ദൈവരാജ്യത്ത് പ്രവേശിക്കുകയില്ലെന്ന് 5:20 മത്തായി ശ്ലീഹ പറയുമ്പോഴേ, ഒരു ഉടമ്പടി എടുത്തിരിക്കുന്ന ദൈവത്തിൻ്റെ നീതി എന്ന് പറയണത് സ്വാഭാവികമായ നീതിയുടെ അപ്പുറത്തുള്ള കരുണയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. സ്വാഭാവികമായൊരു നീതിയുടെ അപ്പുറത്ത് ഒരു കരുണയുണ്ട്.
നീതിയുടെ സ്രോതസ്സെന്ന് പറയുന്നത് ദൈവകരുണയാണ്. ദൈവകരുണയുടെ ഫലമായിട്ടാണ് നമുക്ക് യേശുക്രിസ്തു നൽകണത്. ദൈവകരുണയുടെ ഫലമായിട്ടാണ് യേശുക്രിസ്തുവിൽ നമുക്ക് പാപക്ഷമ നൽകുന്നത്. ദൈവകരുണയുടെ ഫലമായിട്ടാണ് ആ പാപക്ഷമയും നമുക്ക് കുമ്പസാരം ലഭിക്കുന്നത്. ദൈവകരുണയുടെ ഫലമായിട്ടാണ് ആ കുമ്പസാരം നമുക്ക് പ്രസാദപരം റിസ്റ്റോർ ചെയ്യണത്. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളങ്ങ് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആരാധിക്കുന്നു. ഹല്ലേലൂയ. കരങ്ങൾ വീശിക്കൊണ്ട് യേശുവേ ആരാധന. കർത്താവേ, ഉടമ്പടി എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു. ഇപ്പോൾ ഷക്കീന ടിവിയിൽ ധ്യാനം കൂടിക്കൊണ്ട് പ്രാർത്ഥിക്കുന്ന മക്കളെ സമർപ്പിക്കുന്നു. സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും ഒഴിച്ചുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും ഒഴിച്ചുണ്ടായിരിക്കട്ടെ. നമ്മുടെ പാപത്തെക്കുറിച്ചും പശ്ചാത്താപത്തെക്കുറിച്ചും ആ പശ്ചാത്താപം നേടാനുള്ള മാർഗങ്ങളെക്കുറിച്ച് അന്വേഷിക്കുമ്പോഴാണ് യേശുവിലേക്കും യേശുവിലൂടെ വഴിഞ്ഞൊഴുകിയ പുരാതനമായ ദൈവകരുണയെക്കുറിച്ചും ആ ദൈവകരുണ എന്ന വെളിപ്പെടുത്തപ്പെട്ട ദൈവവചനത്തിൻ്റെ പ്രഖ്യാപിതമായ പദ്ധതിയെക്കുറിച്ചുമൊക്കെ നമ്മൾ ചിന്തിക്കുകയും ആലോചിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നത്. ആ പശ്ചാത്താപത്തിൻ്റെ ഭാഗമായിട്ട് വരുമ്പോഴേ മുൻകാല പാപങ്ങൾ എപ്പോഴും നമ്മൾ ടാർഗറ്റ് ചെയ്യാത്തൊരു വിഷയമാണ്. മുൻകാല പാപങ്ങൾ നമ്മൾ എപ്പോഴും പ്രസൻറ്റ് പാപങ്ങളെക്കുറിച്ചാണ് കുമ്പസാരത്തിൽ ഏറ്റുപറയുന്നത്. പക്ഷേ നമ്മളെ പാപം ചെയ്യിക്കുന്ന സോഴ്സ് എന്താണ്? നമ്മളിപ്പോഴിപ്പോഴുള്ള ജഡത്തിൻ്റെ ഫലങ്ങളെക്കുറിച്ചാണ് നമ്മൾ കുമ്പസാരത്തിൽ ഏറ്റുപറഞ്ഞ് വെറുത്തുപേക്ഷിക്കുന്നത്. പക്ഷേ ഇപ്പോഴൊക്കെ പാപം വീണ്ടും ചെയ്യിക്കാനുള്ള തീർച്ചയായിട്ടും മനുഷ്യപ്രകൃതി എന്ന് പറയും. ഇപ്പോൾ കുമ്പസാരത്തിൽ വരപ്രസാദം ലഭിച്ചാലും ജഡപ്രകൃതിക്ക് പാപം ചെയ്യാനുള്ള പ്രവണത കൺഫെഷൻസ് മാറ്റണില്ല എന്നുള്ളത് സഭയുടെ ദൈവശാസ്ത്രമാണ്. ഇപ്പോൾ നമുക്ക് പാപക്ഷമ ലഭിച്ചാലും വീണ്ടും പാപം ചെയ്യാതിരിക്കാനുള്ള അഥവാ ചെയ്യാനുള്ള ജഡപ്രകൃതിയില്ലേ, ആ ജഡപ്രകൃതിയുടെ സ്വാഭാവികത കൺഫെഷൻസ് മാറ്റണില്ല. ആ ജഡപ്രകൃതിയിലുണ്ട്. അത് പിന്നെ നമ്മൾ ഫൈറ്റ് ചെയ്യണത്. ജഡപ്രകൃതിയോട് യേശുക്രിസ്തു നാമത്തിൽ നമ്മൾ യേശുക്രിസ്തു സ്വീകരിക്കുന്നതിൻ്റെ തോതനുസരിച്ച് നമ്മൾ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ പീഡിത സഭയായി മാറുന്നത്, സമരസഭയായി മാറുന്നത്. നമ്മൾ സമരസഭയെന്നാണ് വിളിക്കണേ. സഭയെന്ന് പറയുന്നത് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളാണ്. വിജയസഭയെന്ന് പറയുന്നത് പുണ്യാളന്മാരാണ്. നമ്മളാരാണ്? സമരസഭയാണ്. വേണമെങ്കിൽ തീർത്ഥാടന സഭ എന്നൊക്കെ പറയാം. പക്ഷേ തീർത്ഥാടന സഭ സമരത്തിലാണ്. ആരോട് സമരത്തിലാണ്? യേശുക്രിസ്തുവിനെ സ്വീകരിച്ചുകൊണ്ട് തിന്മയോട് ശാശ്വതമായിട്ട് ഗുഡ് ബൈ പറയാനുള്ള ഫൈറ്റിങ്ങിലാണ്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, വീണ്ടും പാപം ചെയ്യാനുള്ള ജഡപ്രകൃതിയോട് യേശുക്രിസ്തുവിനെ സ്വീകരിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ആധ്യാത്മിക ആഗ്രഹത്താല് ജഡപ്രകൃതിയെ പ്രവണതകളെ നിഖേദിക്കാൻ വേണ്ടി അതിനോട് സമരം ചെയ്ത് ജയിക്കാൻ വേണ്ടി കർത്താവേ 1 യോഹന്നാൻ 1:7 പ്രാർത്ഥിക്കുന്നു. പാപത്തെ മോചിപ്പിക്കുന്ന യേശുക്രിസ്തുവിന്റെ വിശുദ്ധമായ രക്തത്താൽ റോമാലേഖനം 12 പ്രാർത്ഥിക്കുന്നു. എന്റെ അവയവങ്ങളിലെ കുടികൊള്ളുന്ന പാപത്തിന്റെ പ്രവണതകളെ എന്റെ യേശുവിന്റെ രക്തത്താൽ കഴുകി അന്തരംഗത്തെയും അവയവങ്ങളെയും വിശുദ്ധീകരിക്കുവാൻ എന്നെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ വീശി ദൈവസ്നേഹം നിറഞ്ഞ് പാടാം. ദൈവത്തിന്റെ
പരിശുദ്ധാത്മാവ് അഭിഷേകമായി നമ്മുടെ ജീവിത നിയോഗങ്ങളെയും നമ്മുടെ ആകുലതകളെയും നമ്മളിലെത്തുന്ന വിഷയങ്ങളെ യേശുവേ ആരാധന, കർത്താവേ സ്പർശിക്കണമേ. ഇങ്ങനെ നമ്മൾ കഴുകുമ്പോഴേ യേശുവിൻ്റെ നാമത്തിൽ നമ്മുടെ വർത്തമാനകാല പാപങ്ങളെ നമ്മൾ വിശുദ്ധ രക്തത്താൽ കുമ്പസാരമെന്ന കൂദാശയിലൂടെ കൈപ്പോടെ പറഞ്ഞുകൊണ്ട് നമ്മൾ കഴുകുമ്പോൾ നമ്മൾ വിട്ടുപോകുന്നൊരു സംഭവമുണ്ട്. എന്താ കാര്യം? ഈ വീണ്ടും പാപം ചെയ്യാനുള്ള പ്രവണത എങ്ങനെയാണ് ജഡപ്രകൃതിയിൽ നിലനിൽക്കുന്നത്? അത് ജഡപ്രകൃതിയുടെ തന്നെ ആദ്യകാല യേശുക്രിസ്തു ഇതിനു വേണ്ടിയാണല്ലോ പരിഹാരം ചെയ്തത്. പക്ഷേ വെൻ വി ബിലീവ് ഇറ്റ്, ജീസസ് ആണ് എൻ്റെ പാപത്തിന് പരിഹാരം ചെയ്തതെന്ന് വിശ്വസിക്കുമ്പോൾ ആ വിശ്വാസം തന്നെ ഒരു പ്രോസസ്സാണ്. എന്നുവെച്ചാൽ എന്തോരം നമ്മൾ യേശുവിനെ ഏറ്റുപറഞ്ഞ് ആത്മാവിൻ്റെ എല്ലാ മേഖലകളിലേക്കും നമ്മൾ സ്വീകരിക്കുന്നുവോ അത്രയും കാലം ശരിക്കും ഈ ജഡപ്രകൃതിയോടുള്ള നമ്മുടെ ഫൈറ്റാണ്. ഈ ഫൈറ്റിന് വേറൊരു പ്രശ്നം വരാൻ പോണത് മുൻകാല പാപങ്ങളുണ്ട്. അതും നമ്മളെ വീണ്ടും വർത്തമാനകാലത്ത് പുതിയ പാപങ്ങൾ ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. ഇത് ഏറ്റുപറയുകയോ ടാർഗറ്റ് ചെയ്യപ്പെടുകയോ ചെയ്യുന്നില്ല. കൺഫെഷൻസ് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ മുൻകാല പാപങ്ങളിൽ നിന്ന് പറയണത് ശരിക്കും ഗൺ പോയിൻ്റ് വരേണ്ട ഒരു ആധ്യാത്മിക ഗുരുവിൻ്റെ ഗൺ പോയിൻ്റ് വരേണ്ട ഒരു വിഷയമാണ് മുൻകാല പാപങ്ങൾ. ഞാനിന്ന് എപ്പോഴും പ്രാർത്ഥിക്കുമ്പോഴേ ഈ CCC പറയുന്ന 17:23 പറയുന്ന ജഡപ്രവണതകളില്ലേ, പാപത്തെ ചെയ്യിക്കുന്നൊരു പ്രവണതകളില്ലേ, ഈ പ്രവണതകളെ ത്വരകമായി പ്രവർത്തിക്കുന്ന സംഭവമാണ് മനുഷ്യൻ്റെ മുൻകാല പാപങ്ങൾ. നമ്മുടെ ഓർമ്മ വെച്ച കാലം വരെ നമ്മൾ ചെയ്യുന്ന പാപങ്ങളില്ലേ, എന്നുവെച്ചാൽ പൂർണ്ണമായി വെറുത്ത് കൈപ്പോടെ ഫുൾ കോൺട്രൈറ്റ് ഹാർട്ട് കൺഫെഷൻ വിത്ത് എ ഫുൾ കോൺട്രൈറ്റ്. ഗൂഗിൾ അങ്ങനെയാണ് പറയണത്. ഞാൻ ഗൂഗിളിൽ ചെറുതായിട്ട് നോക്കിയേ, വിഷയം എനിക്കറിയാമെങ്കിലും വാട്ട് ഗൂഗിൾ സേ അബൌട്ട് ഇറ്റ്. അപ്പം എന്തെങ്ങനെയാണ് ഗ്രേസ് റീസ്റ്റോർ ചെയ്യണത്? ഗ്രേസ് നമുക്ക് നഷ്ടപ്പെട്ട വരപ്രസാദം എങ്ങനെയാണ് റീസ്റ്റോർ ചെയ്യണമെന്ന് ഗൂഗിൾ എടുത്ത് നോക്കിയാൽ ഗൂഗിൾ പറയും കൺഫെഷൻ വിത്ത് എ ഫുൾ കോൺട്രൈറ്റ് ഹാർട്ട് എന്ന് പറയും. എന്ന് വെച്ചാൽ കൺഫെഷനാണ് എൻ്റെ മാർഗം. പ്രത്യേകിച്ച് എങ്ങനെയാണ്? വിത്ത് എ ഫുൾ കോൺട്രൈറ്റ് ഹാർട്ട്. ഈ ഫുൾ കോൺട്രൈറ്റ് ഹാർട്ടാണ് പ്രശ്നം. ഈ ഹാർട്ടിന് ഈ ഫുൾ കൺട്രീഷൻ അഗാധമായ പശ്ചാത്താപം വരണമെങ്കിൽ ഈ മുൻകാല പാപങ്ങളെ നമ്മൾ ടാർഗറ്റ് ചെയ്യേണ്ടി വരും. നമുക്കറിയാം ഈ ദാനിയേലിൻ്റെ പുസ്തകത്തിലില്ലേ, ദാനിയേലിൻ്റെ പുസ്തകത്തിൽ ആ വിശുദ്ധ സ്ത്രീയെ 2 മൂപ്പന്മാർ കൂടി അകപ്പെടുത്താൻ ശ്രമിക്കുന്നതിൻ്റെ പിന്നിലുള്ള പ്രവണത എന്താ? ദാനിയേൽ 13:52 അത് ആ വചനം. അതായത് ദാനിയേൽ തന്നെ പറയും, ദുഷ്ട നിജ, നിൻ്റെ മുൻകാല പാപങ്ങളാണ് നിനക്ക് ഈ അവസ്ഥ ഉണ്ടാക്കി നാണക്കേടായിട്ട് മരിക്കാനിടയാക്കിയെന്ന്. അയ്യോ, ഇത് നമ്മൾ പലപ്പോഴും ഞാൻ ഈ കാഴ്ചയിൽ ചിന്തിക്കുന്നൊരു വിഷയമായിരുന്നത്. ഒരു മനുഷ്യൻ എന്തുകൊണ്ട് പാപം റെക്കർ ചെയ്യുന്നു? ആ പാപം കുമ്പസാരത്തിൽ ഏറ്റുപറഞ്ഞ പാപങ്ങൾ തന്നെ വീണ്ടും ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു കാര്യം പ്രവണതയുള്ളതുകൊണ്ട് ജഡപ്രകൃതിയുടെ സ്വാഭാവികമാണ്. പക്ഷെ സ്വാഭാവികമാണെങ്കിൽ പോലും നമ്മൾക്ക് വിത്ത് ഫുൾ ഫ്രീഡം ആൻഡ് വിൽ ഇതിനെ ബൈൻഡ് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മളതിൻ്റെ ഇരുട്ടുമുറിയിലെ കറുത്തപൂച്ച പോലെയുള്ള സംഭവമാണിത്. ഇരുട്ടുമുറിയാണ്, കറുത്തപൂച്ചയാണ്. വല്ലപ്പോഴും കൂടി നമ്മളുടെ കണ്ണ് കണ്ടാൽ മാത്രമേ പൂച്ച അവിടെ ഉണ്ടെന്ന്, കണ്ണടച്ച് കഴിഞ്ഞാൽ പൂച്ചയെ പേര് കാണാൻ പറ്റത്തില്ല. മുൻകാല പാപങ്ങളുടെ ഒരു അവസ്ഥ ഒളിച്ചുകളി ഭയങ്കരമാണ്. മുൻകാല പാപങ്ങളുടെ ഒളിച്ചുകളി ഭയങ്കരമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മറന്നു പോകുന്നത്. കാര്യം ഇരുട്ടുമുറിയിലെ കറുത്തപൂച്ച പോലെയാണത്. അത് കണ്ണുണ്ടെങ്കിൽ നമുക്ക് തിളങ്ങും, പക്ഷേ നമ്മൾ ഒരു അരക്കം കൊടുത്താൽ കണ്ണടച്ച് കളയും പൂച്ച, അല്ല അങ്ങോട്ട് തിരിഞ്ഞു കളയും. അപ്പോഴേ എന്താണ് നമുക്ക് അറിയാൻ പറ്റാവരും. എപ്പോഴും ഈ മുൻകാല പാപങ്ങൾ നിരന്തരമായി യേശുക്രിസ്തുവിൻ്റെ കാര്യം, യേശുക്രിസ്തുവിൻ്റെ ഇപ്പം നമ്മൾ ഹെബ്രായർ 13:8 വായിക്കത്തില്ലേ, ഈ ദാനിയേൽ 13:52 ഈ മുൻകാല പാപങ്ങളെ
പ്രതിരോധിക്കാനുള്ള ഒരു പോംവഴിയും യേശുവിൻ്റെ നാമം തന്നെയാണ്. കാര്യം എന്താണ്? യേശുക്രിസ്തു മുൻകാലങ്ങളിലുണ്ട്. യേശുക്രിസ്തു മുൻകാലങ്ങളിലുണ്ട്. എങ്ങനെയാണ്? ഹെബ്രായർ 13:8 അനുസരിച്ചുകൊണ്ട് യേശുക്രിസ്തു ഇന്നലെയും ഇന്നും നാളെയും ഒരാൾ തന്നെ. ക്ലിയർ അല്ലേ? ഈശോ അപ്പോൾ സ്വാഭാവികമായിട്ട് മുൻകാലങ്ങളോ വർത്തമാനകാലങ്ങളോ അങ്ങനെ അല്ലെങ്കിൽ പിൻകാലങ്ങളോ അങ്ങനെയില്ല. അവൻ കാലാതീതനാണ്. അവൻ എവർ പ്രസൻറ്റ് ജീവിക്കുമ്പോൾ നമ്മുടെ മുൻകാലങ്ങളിൽ തന്നെയാണ് അവൻ ജീവിക്കുന്നത്. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അതേക്കുറിച്ച് ബോധമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പറയാൻ, കർത്താവേ, നിനക്ക് മാത്രമേ മുൻകാലങ്ങളും പിൻകാലങ്ങളും ഉള്ളൂ. എൻ്റെ മുൻകാലങ്ങൾ എപ്പോഴും എൻ്റെ പാസ്റ്റ് നിനക്ക് പ്രസൻറ്റ് പോലെയാണ്. അതുകൊണ്ട് തന്നെ കർത്താവേ, എൻ്റെ പാപം ചെയ്ത ആ കാലഘട്ടങ്ങളിലേക്ക് നിൻ്റെ വിശുദ്ധമായ രക്തം നീ തളിക്കണമേ. പ്രാർത്ഥിക്കുക. കർത്താവേ, എൻ്റെ മുൻകാലങ്ങളിലെ ഞാൻ പാപം ചെയ്തു പോയ അതിൻ്റെ ജഡപ്രവണതയുടെ ഭാഗമായി പോയ മനുഷ്യപ്രകൃതിയിലേക്ക് കർത്താവേ, നിന്റെ വിശുദ്ധമായ രക്തത്താൽ ആരാധനയെ ഇപ്പോൾ തളിക്കണമേ. ഇപ്പോൾ തളിക്കണമേ. 1 യോഹന്നാൻ 7:7 പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിന്റെ രക്തം സകല പാപങ്ങളെയും മോചിപ്പിക്കട്ടെ. നാമത്തിലെ പാപത്തെ ഉപേക്ഷിക്കുന്ന പശ്ചാത്താപത്തോടെ അങ്ങയുടെ തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന കർത്താവേ, എന്നെ കഴുകണമേ, അന്തരംഗത്തെ കഴുകണമേ, അവയവങ്ങളെ കഴുകണമേ, എന്നെ വിശുദ്ധീകരിക്കണമേ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന. കരങ്ങൾ തുറന്നു പിടിച്ചുകൊണ്ട് ഞങ്ങളുടെ മുൻകാല പാപങ്ങളിലേക്ക് അവിടുത്തെ രക്തം ഒഴുക്കുന്നതിന് നന്ദി പറയുന്നു. ഞങ്ങളുടെ ഇന്നലകളിലേക്ക് അവിടുത്തെ രക്തം ഒഴുക്കി കഴുകുന്നു പറയുന്നു. ഈ മുൻകാല പാപങ്ങളെ പ്രതിരോധിക്കാൻ വേണ്ടി നിനക്ക് വേറെ ഒരു കാര്യം കൂടി ചെയ്യാൻ പറ്റും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവം ഇപ്പം കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു സാക്ഷ്യമുണ്ടായി. അതായത് ഒരു ഡോക്ടറാണ്, നമ്മുടെ യൂട്യൂബിലുണ്ട് ആ സാക്ഷ്യം. തൃശ്ശൂരത്തെ ഒരു ഡോക്ടർ, അവർ ആ ഡോക്ടർ നേപ്പാളിലാണ് പഠിച്ചത്. ഇപ്പോൾ നമ്മുടെ ഒത്തിരി ആൾക്കാർ നേപ്പാൾ, ചൈന, അതുപോലെ തന്നെ മോസ്കോ അവിടെയൊക്കെ പഠിക്കണില്ലേ. ഇവരവിടെ പഠനം പൂർത്തിയാക്കി അവിടെ ജയിച്ചാൽ തന്നെയും ഇവിടെ വരുമ്പോൾ ഒരു പ്രത്യേക പരീക്ഷ ഗവൺമെൻറ് ഇടും. അതിന് MIT എന്തോ ഒരു പേര് പറയും, ഞാൻ മറന്നുപോയ പേര്. ഈ പരീക്ഷ ഈ മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ പരീക്ഷയാണ്. MCIയുടെ പരീക്ഷ. ഈ MCIയുടെ പരീക്ഷ ഈ ഡോക്ടർ 17 പ്രാവശ്യം എഴുതും. ഒന്ന് ചിന്തിച്ച് നോക്കി. ഒരു വർഷം 2 പരീക്ഷ കാണത്തുള്ളൂ, ചിലപ്പോൾ ഒരു പരീക്ഷ കാണത്തുള്ളൂ. ഈ MCIക്കാരുടെ പ്രഖ്യാപിതമായ രീതി എന്ന് പറയണത്, അവർ ഇന്ത്യൻ മെഡിക്കൽ സയൻസിൻ്റെ അപ്രൂവൽ ഇല്ലാത്ത എല്ലാ സിലബസും, അമേരിക്ക കുഴപ്പമില്ല, ബ്രിട്ടൻ കുഴപ്പമില്ല, പക്ഷേ റഷ്യ, ചൈന, നേപ്പാൾ ഇങ്ങനെയുള്ള രാജ്യങ്ങളിലൊക്കെ പോയി MBBS എടുത്താൽ ഇവർ പാസ്സാക്കത്തില്ല. വേറെ കാര്യമൊന്നുമില്ല, പച്ച മലയാളത്തിൽ പറഞ്ഞാൽ പാസ്സാക്കത്തില്ല. ഈ കേസ് വീണ്ടും നേരത്തെ നമുക്ക് കൈകാര്യം ചെയ്തിട്ടുള്ള വിഷയമാണ്. കാര്യം എന്താ കാര്യം വെച്ചാൽ, നമ്മളുടെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് അനുസരിച്ച് ഇവർ ബ്രെയിൻ എക്യുപ്ഡ് ആകുന്നവരെ ഇവരെ പരീക്ഷ എഴുതിച്ചുകൊണ്ടേയിരിക്കും.
അവർ ജയിച്ചാലും തോപ്പിച്ച് കളയുമെന്ന് അർത്ഥം. ജയിച്ചാലും തോപ്പിച്ച് കളയും. അത്രയും ടഫ് സിലബസ് ടഫ്. ഓരോ പരീക്ഷ കഴിയുമ്പോഴും പിന്നെ സിലബസ് ടഫാക്കി കൊടുക്കും. അങ്ങനെ 17 പ്രാവശ്യം. ഒന്ന് ചിന്തിച്ചേക്കേ, 17 പ്രാവശ്യമാണ് ഈ ഡോക്ടർ എഴുതുന്നത്. പക്ഷെ ഉടമ്പടി ചെയ്ത് കഴിഞ്ഞപ്പോൾ സംഭവിച്ച കാര്യം, അടുത്ത പരീക്ഷയ്ക്ക് ഡോക്ടർ ജയിക്കുകയാണ്. സമയം അങ്ങനെ പെട്ടെന്ന് ചുരുങ്ങുകയാണ്. അതാണ് സംഭവം. ഉടമ്പടി ചെയ്ത് കഴിഞ്ഞപ്പോൾ ടൈം മദർ ഈ വിഷയത്തിലേക്ക് ഇടപെടും. എന്നിട്ട് പെട്ടെന്ന് ഇത് ചുരുങ്ങിയിട്ട് അടുത്ത സെക്കൻഡിൽ ഈ ആൾ ജയിക്കും. ജയിച്ചാൽ തന്നെയും പോരാ. എന്താ ചെയ്യണത്? മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അക്രഡിഷൻ കിട്ടണം. ജയിച്ചാൽ തന്നെ പോരാ, പിന്നെ എന്ത് ചെയ്യണം? പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ ഒരു ഡിസ്പെൻസറിയിലെങ്കിലും പോയി ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഇവരുടെ അക്രഡിഷൻ കിട്ടണം. ഉടമ്പടി ചെയ്ത് ജയിച്ച് ഒരു ഏറ്റവും അടുത്ത സമയത്ത് തന്നെ അക്രഡിഷനായി. ഡോക്ടർ ആപ്പണം ഞെട്ടിപ്പോയി, ഇതെന്ത് സംഭവമെന്ന്. സമയച്ചൊരുക്കം എങ്ങനെ സംഭവിക്കണം ഉടമ്പടിയിൽ? അപ്പോൾ ഡോക്ടർ തന്നെ ഇവിടെ വന്ന് കഴിഞ്ഞ ദിവസം സാക്ഷ്യം പറഞ്ഞ് നല്ല രസമാണ് ആ സാക്ഷ്യം കേൾക്കാൻ. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡോക്ടറുടെ സാക്ഷ്യമല്ല, ഡോക്ടറുടെ അമ്മ കൂടെ പറഞ്ഞ സാക്ഷ്യമാണ്. കാര്യം ഡോക്ടറിന് വേണ്ടി സാക്ഷ്യം ഉടമ്പടി ചെയ്തിരിക്കുന്ന അമ്മയാണ്. അമ്മ ഒരു കാര്യം പറഞ്ഞിട്ട് അവസാനിപ്പിക്കുന്ന രീതിയുണ്ട്. അത് ഇത്തിരി കട്ടിയുള്ള രീതിയാണ്. അവർ പറയണത് ഇതാണ്: നമ്മൾക്ക് ഒന്നും ഭയപ്പെടേണ്ട ഒരു കാര്യമില്ല. അതായത് 17 പ്രാവശ്യം തോറ്റ് അക്രഡിഷൻ കിട്ടാൻ സാധ്യതയില്ലാതെ ഉപേക്ഷിക്കാൻ ഒരു കേസിൻ്റെ അതിന് ഉടമ്പടി എടുത്ത അമ്മയുടെ അവസാനത്തെ പ്രതികരണമാണ്: നമുക്ക് ഒന്നിനും ഭയപ്പെടേണ്ട ഒരു കാര്യമില്ല. എന്താ കാര്യം വെച്ചാൽ ദൈവം കരുണയുള്ളവനാണ്, പക്ഷെ അതിനേക്കാൾ വലുതാണ് ദൈവത്തിൻ്റെ നീതിയെന്ന്. അതാണ് എന്നെ വല്ലാതെ അങ്ങ് സ്പർശിച്ച് കളഞ്ഞത്. ഇവരിങ്ങനെ ഈ വലിയ വായിൽ എന്തോ ഒരു വർത്തമാനമാണ് പറഞ്ഞതെന്ന്. അതായത് ദൈവം കരുണയുള്ളവനാണ്, പക്ഷെ അതിനേക്കാൾ വലുതാണ് ദൈവത്തിൻ്റെ നീതി. നമുക്ക് റിലേ ചെയ്യാൻ പറ്റുമെന്ന്. അതൊരു വലിയ സുവിശേഷമാണ് സാക്ഷ്യം എന്ന് പറയുന്നത്. നിങ്ങളിപ്പോൾ എല്ലാ ദിവസവും നമ്മൾ സാക്ഷ്യമുണ്ട്, എല്ലാ ദിവസവും സാക്ഷ്യമുണ്ട്. ഇവിടെ ലോക്ക്ഡൗൺ ഗവൺമെൻറ് പ്രഖ്യാപിക്കാത്ത എല്ലാ ദിവസവും ഇവിടെ സാക്ഷ്യമുണ്ട്. എല്ലാ ദിവസവും ഉടമ്പടിയുണ്ട്, എല്ലാ ദിവസവും ഉടമ്പടി പുതുക്കുകയും ചെയ്യും. അപ്പോൾ അതേസമയം തന്നെ എന്തെങ്കിലും നോട്ടിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഫേസ്ബുക്കിലൂടെയും യൂട്യൂബിലൂടെയും നിങ്ങൾക്ക് തരും. 50 പേരെ വരെ പങ്കെടുപ്പിക്കാമെന്ന് ഇപ്പോഴ് പുതിയ അപ്ഡേഷനുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങൾ 50 പേരല്ലെങ്കിൽ 20 പേരെങ്കിലും ഒരു അറ്റ് എ ടൈം 1 മണിക്കൂറിൽ ഉടമ്പടി എടുത്ത് അല്ലെങ്കിൽ പുതുക്കി പുറത്തേക്ക് പോകാൻ പറ്റുന്ന രീതിയിൽ 20 പേരെങ്കിലും പങ്കെടുപ്പിച്ചുകൊണ്ട് ചെയ്യാൻ നോക്കും, പോലീസിൻ്റെ അനുവാദത്തോടുകൂടി. എന്താ കാര്യം വെച്ചാൽ അനേകം മക്കളാണ് ഈ മേഖലയിൽ ഉടമ്പടി ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത സെക്കൻഡ് അവർ ജീവിതം രക്ഷപ്പെടുത്തിയെടുക്കണത്. അമ്മ ആ വിഷയത്തിൽ ഇടപെടും. പക്ഷേ ഈ ചേച്ചി പറയുന്ന വാക്കെന്താണ്? നമുക്ക് ധൈര്യമായിട്ട് ജീവിക്കണം, നമുക്ക് ധൈര്യമായിട്ട് ജീവിക്കാം, എന്തെല്ലാം പ്രശ്നമുണ്ടെങ്കിലും. കാര്യം എന്താണ്? ദൈവത്തിൻ്റെ കരുണയേക്കാൾ വലുതാണ് ദൈവത്തിൻ്റെ നീതിയെന്ന് അവസാനം പറഞ്ഞ വാക്കാണത്. അതായത് ദൈവത്തിൻ്റെ നീതിയാണ്. കാര്യം നമ്മൾ ഒരു കാര്യം വൃത്തിയും വെടിപ്പും മെനയുമായിട്ട് അവൻ പറയണ പോലെ ചെയ്യുകയോ ചെയ്യാൻ വേണ്ടി ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയോ ചെയ്താൽ ദൈവനീതി അവിടെ പ്രവർത്തിച്ചിരിക്കാം. ഇപ്പം നമ്മൾ സംസാരിച്ച വിഷയം എന്താ? മുൻകാല പാപങ്ങൾ, പശ്ചാത്താപത്തിൻ്റെ ഫുൾ കൺഫെഷൻ വിത്ത് കോൺട്രൈറ്റ് ഹാർട്ട് എന്ന് പറയുന്ന ആ പ്രോസസ്സില്ലേ, പരിപൂർണമായ പശ്ചാത്താപത്തോടെയുള്ള പാപത്തെ വെറുത്തുപേക്ഷിക്കൽ. അതിൻ്റെ അകത്ത് ഒരു ഘടകം ഈ മുൻകാല പാപങ്ങളാണ്. ഈ മുൻകാല പാപങ്ങളെ നമ്മൾ ഗൺ പോയിന്റിൽ നിർത്തുമ്പോൾ തന്നെ നമുക്കൊരു ആശ്വാസമുണ്ട്. ഈ ചേച്ചി പറഞ്ഞ പോലെ ദൈവത്തിൻ്റെ ഒരു നീതിയുണ്ട്. അതെന്താണെന്ന് അറിയാമോ? മുൻകാല സൽപ്രവൃത്തികളാണ്. മുൻകാല പാപങ്ങൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ദൈവപൈതലെ, നീ ഹെബ്രായർ 13:8 അനുസരിച്ചുകൊണ്ട് യേശുക്രിസ്തു നാമത്തിൽ അതിനുവേണ്ടി പാപക്ഷമ സ്വീകരിക്കാൻ വേണ്ടി അവൻ്റെ വിശുദ്ധമാരത്തെ 1 യോഹന്നാൻ 1:7 അനുസരിച്ചുകൊണ്ട് ആ കാലങ്ങളിലേക്ക് തളിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ വെച്ച് ചിന്തിച്ച് ധ്യാനിച്ച് വരപ്രസാദം തിരിച്ചു പിടിക്കാൻ പറ്റുന്ന റിസ്റ്റോർ ദ സാങ്ക്ടിഫൈങ് ഗ്രേസ്,
ഒരു സാങ്ക്ടിഫൈങ് ഗ്രേസ് റിസ്റ്റോർ ചെയ്യാനുള്ള ഒരു മാർഗ്ഗങ്ങളിൽ ഒന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിൻ്റെ മുൻകാല കൃപാവര പ്രവൃത്തികളാണ്. എന്തോ ഒരു സൽപ്രവൃത്തികളായിരിക്കും നീ ചെയ്തിട്ടുള്ളത്. നമ്മൾ ചുമ്മാ ഇങ്ങനെ മൃഗങ്ങളെപ്പോലെ ജീവിച്ചല്ലോ. എന്തെല്ലാം തരത്തിൽ ദൈവത്തോടും ദൈവത്തിൻ്റെ വചനമനുസരിച്ചും അതുപോലെ സുവിശേഷത്തിന് സാക്ഷിയാകാൻ വേണ്ടി നീ എന്തുമാത്രം കഷ്ടപ്പെട്ട് ജീവിച്ചിട്ടുണ്ട്. എവിടെയെല്ലാം നീ ചെയ്യേണ്ട നന്മയെ എന്തെന്ന് അറിഞ്ഞിട്ടും ചെയ്യാതെ യാക്കോബ് 4:17 പറഞ്ഞ പോലെ തിന്മ ചെയ്ത് ഉപേക്ഷയെന്ന പാപം നിർവഹിക്കുന്ന പോലെ തന്നെ ചെയ്യേണ്ട നന്മ എന്തെന്ന് അറിഞ്ഞിട്ട് അറിവോടുകൂടി ചെയ്ത നന്മകളില്ലേ, അതും കൗണ്ട് ചെയ്യപ്പെടും. അതാണ് ഹെബ്രായർ 6:10 എന്താ പറയണത്? നിങ്ങളുടെ പ്രവൃത്തികളും ഏറ്റു പറഞ്ഞ് നിങ്ങളുടെ പ്രവൃത്തികളും വിശുദ്ധർക്ക് നിങ്ങൾ ചെയ്തതും ചെയ്യുന്നതുമായ ശുശ്രൂഷയിലൂടെ തന്റെ നാമത്തോട് കാണിച്ച സ്നേഹവും വിസ്മരിക്കാൻ മാത്രം നീതിരഹിതനല്ലല്ലോ ദൈവം. അതാണ് ചേച്ചി പറഞ്ഞത്. ദൈവം കരുണയുള്ളവനാ പോലെ തന്നെയാണ് ദൈവം നീതിയാണ്. നമ്മുടെ സന്തോഷത്തിൻ്റെ അടിസ്ഥാനം, നമ്മുടെ ധൈര്യത്തിൻ്റെ അടിസ്ഥാനം ചേച്ചി പറഞ്ഞ പോലെ തന്നെ ദൈവത്തിൻ്റെ നീതിയാണ്. ആ ദൈവത്തിൻ്റെ നീതി എന്താണ്? വിസ്മരിക്കാത്ത നീതിയാണ്. അതാണ് പറയണത്. ഏറ്റു പറഞ്ഞ് ഹെബ്രായർ 6:10 നിങ്ങളുടെ പ്രവൃത്തികളും വിശുദ്ധർക്ക് നിങ്ങൾ ചെയ്തതും ചെയ്യുന്നതുമായ ശുശ്രൂഷയിലൂടെ നാമത്തോട് കാണിച്ച സ്നേഹവും വിസ്മരിക്കാൻ മാത്രം നീതിരഹിതനല്ലല്ലോ ദൈവം. അതായത് നമ്മൾ ഒരു സൽപ്രവൃത്തി ചെയ്യുമ്പോഴേ ദൈവം അത് അവിടുത്തെ നാമത്തോട് കാണിച്ച നമ്മുടെ സ്നേഹവും ബഹുമാനമായിട്ടാണ് എടുക്കുന്നത്. അതാണ് ഓരോ കാര്യവും അങ്ങനെയാണ്. യേശുവിൻ്റെ നാമമാണ് പശ്ചാത്താപത്തിൻ്റെ സ്രോതസ്സെന്ന് ഞാൻ പറഞ്ഞില്ലേ. കാര്യം പാപത്തിന് പരിഹാരം ചെയ്ത് കൃപ നേടിയത് ദ നെയിം ഓഫ് ജീസസ് ആണ്. ആ ദൈവനാമത്തോട് നമ്മൾ കാണിക്കുന്ന ബഹുമാനമാണ് നമ്മുടെ സൽപ്രവൃത്തികളെ. ആ ദൈവനാമത്തോടെ ഇപ്പം നമ്മൾ അവൻ പറയണ പോലെ ചെയ്യാൻ പറയുന്നു. ഞാൻ രോഗിയായിരുന്നു, നിങ്ങളെന്നെ സന്ദർശിച്ചോ. ഞാൻ കാരാഗ്രഹവാസിയായിരുന്നു, നിങ്ങളെന്നെ സന്ദർശിച്ചോ. എനിക്ക് വിശന്നു, നിങ്ങൾക്ക് ഭക്ഷണം തന്നു. എനിക്ക് ദാഹിച്ചു, നിങ്ങൾക്ക് കുടിക്കാൻ തന്നു എന്ന് പറയുമ്പോഴേ ആ കാണുന്ന സൽപ്രവൃത്തികളെല്ലാം നമ്മൾ ചെയ്യുന്നത് എന്താണ്? അവൻ്റെ നാമത്തോടുള്ള സ്നേഹമാണ്, അവൻ്റെ നാമത്തോടുള്ള ബഹുമാനമാണ്. ഉടമ്പടി അവൻ നാമത്തോട് ബഹുമാനിതരാക്കിക്കൊണ്ട് നിന്നെ നഷ്ടപ്പെട്ടു പോയ വരപ്രസാദം തിരിച്ചു പിടിക്കുവാൻ നിന്നെ സഹായിക്കുന്ന ദൈവത്തിൻ്റെ പദ്ധതിയാണ് ഉടമ്പടി. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, ഉടമ്പടിയിലെടുത്ത എല്ലാ നിയോഗങ്ങളും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, നഷ്ടപ്പെട്ട വരപ്രസാദം തിരികെ നൽകുന്ന വലിയ ദൈവിക പദ്ധതിയെ ഓർത്ത്, ഉടമ്പടി പ്രാർത്ഥനയെ ഓർത്ത് അതേ പറഞ്ഞു ചേർന്ന് പാടാം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നഷ്ടപ്പെട്ടു പോയ വരപ്രസാദം തിരിച്ചു പിടിക്കാനുള്ള പ്രാർത്ഥനയുടെ ഉടമ്പടി. അതാണ് ഉടമ്പടിയുടെ ടൈം കണ്ടന്റ്. എന്താണ്? പശ്ചാത്താപം. ഈ പശ്ചാത്താപത്തിൻ്റെ വിവിധ ഘട്ടങ്ങളാണ് നമ്മളിപ്പോൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലൊന്ന് ദൈവഹിതപ്രകാരമുള്ള ദുഃഖമാണ്. പശ്ചാത്താപം എന്ന് പറഞ്ഞാൽ എന്താണ്? വെറുതെ പാപത്തെക്കുറിച്ചുള്ള സങ്കടമല്ല. നമ്മുടെ പല സങ്കടങ്ങളും, നമുക്ക് ഈ പാപത്തെക്കുറിച്ചുള്ള സങ്കടങ്ങൾ എങ്ങനെയാണത്? പിടിക്കപ്പെട്ടു പോയല്ലോ, പോസ്കോ കേസ് എടുത്തല്ലോ, അപ്പം നാട്ടുകാരെന്ത് വിചാരിക്കും,
ജപ്തി നടപടിയാണല്ലോ, അപ്പോൾ ആൾക്കാരുടെ മുമ്പിൽ ചമ്മിയല്ലോ. ഇങ്ങനെയുള്ള മാനുഷികമായ ദുഃഖങ്ങളാണ് പലപ്പോഴും പശ്ചാത്താപത്തിലേക്ക് വരുന്നത്. എന്തുകൊണ്ടാണ് ഈ പരിശുദ്ധാത്മാവിനെ കിട്ടാത്തതിൻ്റെ പ്രശ്നമെന്ന് പറയുന്നത്? ആൾക്കാർക്ക് ദുഃഖവും കാര്യങ്ങളൊക്കെ ഉണ്ട്. കള്ളനാണ്, പോലീസ് പിടിച്ചു, അപ്പോഴെന്താ അവന് ദുഃഖം എന്താണ്? അയ്യോ നാട്ടുകാർ കണ്ടാന്ന് ചോദിക്കും. മനുഷ്യനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ദുഃഖമുണ്ട്. മനുഷ്യനെ അറിഞ്ഞോ മറ്റുള്ളവർ അറിഞ്ഞോ, അത് പശ്ചാത്താപമല്ല. അത് ജഡപ്രകൃതി അനുസരിച്ചുള്ള. അതിന് രസകരമായൊരു വചനമുള്ളത് 2 കൊറിന്ത്യൻസ് 7:10 ദൈവഹിത പ്രകാരമുള്ള ദുഃഖം. അതായത് കർത്താവിൻ്റെ സ്നേഹത്തോട്, അവിടുത്തെ നാമത്തോട്, അവിടുത്തെ വചനത്തോട്, അവിടുത്തെ സ്നേഹത്തോട്, അവിടുത്തെ വചനത്തോട്, അവിടുത്തെ നാമത്തോട് ഞാൻ മറുത്ത് പിഴച്ചു പോയല്ലോ. എന്നെ ജീവൻ വരെ തന്ന് സ്നേഹിച്ച കർത്താവിനോട് എനിക്ക് ഇങ്ങനെയാണല്ലോ ഞാൻ ചെയ്തതെന്ന് പറയുന്നത് ദൈവഹിതപ്രകാരമുള്ള ദുഃഖം. അതെന്താ സംഭവിക്കണത്? 2 കൊറിന്ത്യൻസ് 7:10 ദൈവഹിത ഏറ്റു പറഞ്ഞ മക്കളെ, ദൈവഹിത പ്രകാരമുള്ള ദുഃഖം രക്ഷാകരമായ പശ്ചാത്താപം ജനിപ്പിക്കുന്നു. ആ പശ്ചാത്താപം തന്നെ കേവല പശ്ചാത്താപമുണ്ട്, രക്ഷാകരമായ പശ്ചാത്താപമുണ്ട്, നിത്യജീവൻ കിട്ടുന്ന പശ്ചാത്താപം. ഇപ്പം നമ്മൾ 11:18 നടപടി പുസ്തകത്തിന് 11:18 വിജാതിയർക്ക് ദൈവം ജീവപ്രാപ്തിക്കുള്ള അനുതാപം നൽകി. അത് രണ്ടും സെയിമാണ് ശരിക്കും പറഞ്ഞാൽ. അനുതാപം ഉണ്ടാകാം, പക്ഷെ ജീവൻ പ്രാപിക്കണമെന്നോ പരിശുദ്ധാത്മാവ് പ്രാപിക്കണമെന്നോ നിർബന്ധമില്ല. പറഞ്ഞ മനസ്സില്ലേ? ഇപ്പം നടപടി പുസ്തകത്തിന് 11:18 എന്താ പറയണത്? വിജാതിയർക്ക് ദൈവം ജീവപ്രാപ്തിക്കുള്ള ജീവനെ പ്രാപിക്കാനുള്ള യേശുവിന്റെ ജീവനെ പ്രാപിക്കാനുള്ള പരിശുദ്ധാത്മാവ് നിറയാനുള്ള അനുതാപം നൽകി. അപ്പോൾ പരിശുദ്ധാത്മാവ് നിറയാനുള്ള അനുതാപമാണ് ജീവപ്രാപ്തിക്കുള്ള അനുതാപം. ജീവൻ പ്രാപിക്കാത്ത അനുതാപമുണ്ട്, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാത്ത അനുതാപമുണ്ട്. നമുക്ക് അനുതാപം ഉണ്ടാകാം, അത് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്ന അനുതാപമുണ്ട്, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാത്ത അനുതാപമുണ്ട്. ഞാനൊരു 35 വർഷം സഭയിൽ ജീവിച്ച ആളാണ്. 35 വാർഷിക ധ്യാനം കൂടി 2 വരണം കഴിഞ്ഞ പോലെ കൂടാവത്തില്ല, മുറിയിരുന്ന് ധ്യാനിക്കണം ചെയ്ത്. പക്ഷെ ഇന്ന് വരെ ഈ വൈദിക ധ്യാനത്തിലൊക്കെ പശ്ചാത്താപത്തെക്കുറിച്ചോ, അവരൊക്കെ കുറേ നോവലും കഥയൊക്കെ പറയുന്ന അച്ഛന്മാർ വരെ വാർഷിക ധ്യാനത്തിൽ വന്നിട്ടുണ്ട്. ഒരിക്കലും അന്തരാത്മാവിൽ തൊടുന്ന പശ്ചാത്താപത്തെക്കുറിച്ചോ, പരിശുദ്ധാത്മാവിനെ എങ്ങനെയാണ് ലഭിച്ചുകൊണ്ട് അഭിഷേക പുണ്യങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ട് കർത്താവിനെ ശുശ്രൂഷിക്കുന്നതിനെക്കുറിച്ചോ നെവർ ടോക്ക്. അങ്ങനെയുള്ള ആ ജീവികളൊക്കെ ഏതാണ്ട് അന്യം നിന്ന് പോയിരിക്കുക. ചുമ്മാ ഇക്കിളി കഥ പറയുന്ന ആൾക്കാരൊക്കെ ധ്യാനഗുരുക്കന്മാരുടെ വേഷവും കെട്ടി കുറേ ദിവസങ്ങൾ വെറുതെ കളയും. കാര്യം ഞാനീ പറയുന്ന കാര്യങ്ങളെല്ലാം ഒത്തിരിയേറെ കാലത്ത് ഇങ്ങനെ രാത്രിയും പകലും ജപമാല ചൊല്ലുമ്പോൾ കർത്താവ് കാണിച്ചുന്ന വചനങ്ങളിലൂടെയാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. ഇത് ഒരെണ്ണം പോലും നിങ്ങൾ കളയരുത്. കാര്യം ഇപ്പോഴെന്താ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? ദൈവഹിത പ്രകാരമുള്ള പശ്ചാത്താപം വെറുതെ ഉണ്ടായിട്ട് കാര്യമില്ല. നടപടി 11:18 പറയണത് ദൈവഹിത പ്രകാരമുള്ള പശ്ചാത്താപം വിജാതിയർക്കും ദൈവം നൽകിയെന്നാണ്. അതായത് പശ്ചാത്താപം നൽകിയാൽ പാപത്തിന് പരിഹാരമാകും. പാപത്തിന് പരിഹാരം ബേസ്ഡ് ഓൺ ദി സിംഗിൾ പേഴ്സൺ, അവൻ്റെ റിഡംഷനിൽ മാത്രം അടിസ്ഥാനപ്പെടുത്തിയതാണ്. ദൈവഹിത പ്രകാരമുള്ള പശ്ചാത്താപം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവാണ് നിന്റെ പാപത്തിന് പരിഹാരം ചെയ്തതെന്ന് നീ വിശ്വസിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിനക്ക് നൽകുന്നതാണ്. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. യേശുവേ സ്തുതി, പ്രാർത്ഥിക്കുന്ന കർത്താവേ ആരാധിക്കുന്നു, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നമ്മളെ ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം ലിങ്ക് ചെയ്ത് കിട്ടിയതാണ്. നേരത്തെ ധ്യാനിച്ചു വെച്ച കാര്യമല്ല. പരിശുദ്ധാത്മാവ് ഇപ്പോൾ ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന 2 വചനങ്ങളാണ്. എന്താണ്? നടപടി പുസ്തകത്തിൻ്റെ 11:18 എന്താ ഇവിടെ പറയണത്? വിജാതിയർക്ക് ദൈവം ജീവപ്രാപ്തിക്കുള്ള അനുതാപം നൽകി. ഇപ്പോൾ ക്രൈസ്തവരല്ലെങ്കിലും പാപത്തിന് അനുതാപം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ കിട്ടിയാൽ നിങ്ങൾ രക്ഷ പ്രാപിക്കും. ഗ്രേറ്റ്.
ഞാൻ ഈ പറഞ്ഞ വചനം മനസ്സിൽ കുറിച്ചിട്ടോ. ഇപ്പോഴും നമ്മളിതിനോട് ലിങ്ക് പരിശുദ്ധാത്മ ലിങ്ക് ചെയ്യണ വചനം ഏതാണ്? 2 കൊറിന്ത്യർ 7:10. എന്താണത്? 2 കൊറിന്ത്യർ 7:10 എന്താ പറയണത്? ഏറ്റു പറഞ്ഞ്, ദൈവഹിത പ്രകാരമുള്ള ദുഃഖം രക്ഷാകരമായ പശ്ചാത്താപം ജനിപ്പിക്കുന്നു. അതിൽ ഖേദത്തിന് അവകാശമില്ല. എന്നാൽ ലൗകികമായ ദുഃഖം മരണത്തിലേക്ക് നയിക്കുന്നു. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പാപത്തെക്കുറിച്ച് പശ്ചാത്താപം ചിലപ്പോൾ പലർക്കും ലൗകികമായ ദുഃഖമായിരിക്കും. ഇപ്പം നീ ഒരു അബോർഷൻ സംഭവിച്ചു. അപ്പോൾ അബോർഷൻ സംഭവിച്ചു കഴിഞ്ഞപ്പോൾ നീ അബോർഷൻ നടത്തിയ ആളാണ്. നടത്തിക്കഴിഞ്ഞപ്പോൾ നിനക്ക് തോന്നി, അയ്യോ ഒരു കൊച്ചുകൂടി ഉണ്ടായാൽ മതിയായിരുന്നു, ഇത്ര കൂടി സാവകാശം വെച്ചെങ്കിൽ ഒരു കൊച്ചുകൂടി ഉണ്ടായി പോയേനം, എൻ്റെ മൂത്ത കൊച്ചിന് ഒരു അനിയത്തിയ അല്ലെങ്കിൽ ആങ്ങളെ ഉണ്ടായേനം. ഇങ്ങനെയൊക്കെ നമുക്ക് ആ കുഞ്ഞിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നതാണ് ലൗകിക ദുഃഖം എന്ന് പറയണത്. അത് പശ്ചാത്താപമല്ല, മറിച്ച് ജീവൻ സൃഷ്ടിക്കുന്ന ദൈവത്തിൻ്റെ അഥവാ ജീവൻ്റെ മേലുള്ള ദൈവത്തിൻ്റെ അധികാരത്തെ നിൻ്റെ ശരീരത്തിൽ നിനക്കാണ് അവകാശം, ദൈവത്തിനല്ല എന്ന് പറഞ്ഞുകൊണ്ട് റോമ 1:29 അനുസരിച്ച് ദൈവത്തെ അംഗീകരിക്കേണ്ടത് പോരായ്മയായി കരുതിപ്പോയതിൽ ദൈവത്തിനോട് ചെയ്തിട്ടുള്ള മറുത്തുപിഴച്ചു പോയ ആ വചനങ്ങളെ ഓർത്ത് നിനക്കുണ്ടാകുന്ന ദുഃഖമാണ് ഈ പറഞ്ഞിരിക്കുന്ന അലൗകിക ദുഃഖം, ലൗകികമല്ലാത്ത ദുഃഖം. പ്രാർത്ഥിക്കുക, കർത്താവേ എൻ്റെ പാപക്ഷമയെക്കുറിച്ചുള്ള അത് ആർജിക്കുന്നതിന് വേണ്ടിയുള്ള ഓരോ ദുഃഖങ്ങളാണ് അലൗകികമായ ദൈവത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്ന് അകന്നു പോയി വരപ്രസാദം നഷ്ടപ്പെടുത്തി ജീവിതത്തിന് അനർഹനായി പോയതിലുള്ള ദുഃഖമായി ദൈവഹിത പ്രകാരമുള്ള ദുഃഖത്താൽ അഭിഷേകം ചെയ്യണം. യേശുക്രിസ്തുവിനെ നേടാൻ കർത്താവേ കൃപ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശ്വസിക്കുന്ന കർത്താവേ മറ്റൊരു രക്ഷയില്ല, രക്ഷ കർത്താവിൽ മാത്രമാണെന്ന് വിശ്വസിക്കുന്നു. കർത്താവിൽ അഭിഷേകം ചൊരിയണമേ. യേശുവേ ആരാധന. യേശുവേ ആരാധന. യേശുവേ ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. ശുശ്രൂഷയിൽ ഓൺലൈനായിട്ട് പങ്കെടുക്കുന്നവരും എഴുന്നേറ്റ് നിൽക്കുക. രോഗസൗഖ്യ പ്രാർത്ഥനയുടെ സമയമാണ്. പ്രിയമുള്ളവരെ, നമ്മളിപ്പോൾ വ്യത്യസ്തങ്ങളായ മേഖലകളിൽ സമ്പൂർണ്ണമായ how to restore our sanctifying grace, ഉടമ്പടി വഴി എങ്ങനെയാണ് നഷ്ടപ്പെട്ട ദൈവിക വരപ്രസാദം നേടിയെടുക്കുന്നത്, അതായത് വിത്ത് കൺഫെഷൻ, വിത്ത് ഫുൾ ആൻഡ് കംപ്ലീറ്റ് കോൺട്രൈറ്റ് ഹാർട്ട്. ഈ ഫുൾ ആൻഡ് കംപ്ലീറ്റ് കോൺട്രൈറ്റ് ഹാർട്ടിനെ കുറിച്ചാണ് ഞാനിന്ന് സംസാരിച്ചത്. അത് ഉടമ്പടിയുടെ സമയച്ചുരുക്കത്തിൻ്റെ ഘടകം പശ്ചാത്താപമാണ്. അത് ദൈവഹിതപ്രകാരമുള്ള ദുഃഖമാണ്. ഉടമ്പടിയുടെ പശ്ചാത്താപത്തിൻ്റെ ഭൂതകാല മാനങ്ങളുണ്ട്. അതാണ് നിൻ്റെ മുൻകാല പാപങ്ങളെന്ന് പറയുന്നത്. അതെങ്ങനെയാണ് യേശുക്രിസ്തു വിശുദ്ധമായ രക്തത്താലും പഴയ സൽപ്രവർത്തികൾ അനുസ്മരിച്ചുകൊണ്ട് യേശുനാമത്തിൽ കാഴ്ചവെച്ചുകൊണ്ടും എങ്ങനെയാണ് അതിനെ പ്രതിരോധിക്കുന്നതെന്നും നമ്മൾ ധ്യാനത്തിൽ കണ്ടു.
പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, ദൈവഹിത പ്രകാരമുള്ള ദുഃഖത്താൽ നഷ്ടപ്പെട്ട ദൈവിക ജീവൻ തിരികെ ലഭിക്കുന്നതിനായി ഉടമ്പടി എടുത്തിട്ടുള്ളവരും ഉടമ്പടി എടുക്കാൻ ആഗ്രഹിക്കുന്നവരും നീ അനുഗ്രഹിച്ചുകൊണ്ട് ഉടമ്പടിയുടെ സമയച്ചുരുക്കത്തെ അതിനുള്ള വിഷയങ്ങളെ ദൈവിക ഇടപെടലുണ്ടാകാൻ അതിനുള്ള സമയച്ചുരുക്കത്തെ കുറിച്ച് ധ്യാനം നൽകിയതിന് വചനം നൽകിയതിന് നന്ദി പറയുന്നു. ആ വചനം അനുസരിച്ചുകൊണ്ട് സൂക്ഷ്മതയോടെ ഉടമ്പടിയുടെ വിശ്വസ്തതയെ പാലിക്കുവാൻ എന്നെ സഹായിക്കണമേ. എല്ലാ മക്കളെയും അവന്റെ നിയോഗങ്ങളെയും അവന്റെ വാഗ്ദാനങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിശ്വസ്തയോടുകൂടി ഉടമ്പടി ചെയ്യാൻ ഈശോയെ ആത്മാവിന് ഭക്ഷിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ വീശി യേശുവേ ആരാധന, കർത്താവേ വിശ്വസ്തതയെ യേശുവേ ആരാധന, യേശുവേ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, രോഗസൗഖ്യ പ്രാർത്ഥനയുടെ സമയമാണ്. ഒരു നിമിഷം മൗനമായിട്ട് നിൽക്കണം. അല്ലെങ്കിൽ നിങ്ങൾ പെട്ടെന്നൊരു യാന്ത്രികമായിട്ട് ഒരു ചട്ടപ്പടി പ്രോഗ്രാം പോലെ ഇത് കാണും. ഇത് ചട്ടപ്പടി പ്രോഗ്രാമല്ല. ജീവിക്കുന്നതിനായത് കർത്താവ് വിശ്വസിക്കുന്നവൻ്റെ ശരീരത്തിലേക്ക് സ്പർശിച്ചുകൊണ്ട് രണ്ട് കാര്യം യേശു ചെയ്യും. ഒന്ന്, അതിനെ സൗഖ്യപ്പെടുത്തും. അല്ലെങ്കിൽ അതിനെ അതിജീവിച്ച് കുരിശിനെ കൃപയാക്കാനുള്ള വരപ്രസാദം അഭിഷേകമായി നിനക്ക് നൽകും. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇപ്പോഴനേകം മക്കൾ ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. അടുത്ത ചൊവ്വാഴ്ച വരെയാണ് ഉടമ്പടി പ്രാർത്ഥന. അടുത്ത തിങ്കളാഴ്ച രാത്രി വരെയാണ് ഈ ഉടമ്പടി പ്രാർത്ഥന കൂടാനുള്ള സമയം കൽപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ കൂടാൻ പോകുന്ന മക്കളെ എല്ലാവരെയും ഞങ്ങളിപ്പോൾ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. കഴിഞ്ഞ ചൊവ്വാഴ്ചത്തെ ഉടമ്പടി പ്രാർത്ഥന ഇന്ന് രാവിലെ വരെ 80,000 പേരാണ് കൂടിയിരിക്കുന്നത്. ആ 80,000 പേരെയും ഇപ്പോഴും ഞങ്ങൾ ഈ ആരാധനയിൽ ഓർക്കുകയാണ്. ഈ പ്രാർത്ഥനയും ചിലപ്പോൾ 1,00,000 പേര് അടുത്ത ചൊവ്വാഴ്ചക്കുള്ളിൽ കൂടുമായിരിക്കും. അങ്ങനെ കൂടാൻ സാധ്യതയുള്ള മുഴുവൻ മനുഷ്യരെയും അവരെപ്പോഴാണ് ഈശോ യൂട്യൂബ് ഫേസ്ബുക്ക് ഓൺ ചെയ്തുകൊണ്ട് ഈ ഉടമ്പടി ആരാധനയിൽ പങ്കെടുക്കുന്നത്, ആ സമയത്ത് പ്രാർത്ഥനാപൂർവ്വം വിശ്വാസം പങ്കെടുക്കുന്ന ഓരോ മക്കളുടെയും അവിടെ രോഗങ്ങളിലെ, വ്രണങ്ങളിലെ, അവിടെ ക്യാൻസറുകളിലെ മുഴകളിലെ, അവിടെ ഞരമ്പിൻ്റെ സിസ്റ്റുകളിലെ, അവരുടെ ഉദര രോഗങ്ങളിലെ, അവരുടെ രക്തത്തിൻ്റെ ദൂഷ്യങ്ങളിലെ, അവിടെ ഞരമ്പുകൾ എവിടെയെല്ലാം ബ്ലോക്കായിരിക്കുന്നോ ആ മേഖലകളെല്ലാം ജീവിക്കുന്ന കർത്താവേ, 10,000 ഇയാൾ താറയിപ്പിച്ചുകൊണ്ട് അമ്മയുടെ മധ്യസ്ഥത സുഖപ്പെടുത്തിയ നല്ല ദൈവമേ, അവരെല്ലാം സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ ഉന്നതമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. 35 വർഷത്തെ ദിവ്യ കുർബാനയുടെ യോഗ്യതയെ പ്രാർത്ഥിക്കുന്നു. കൃപാസമൾത്താരയിൽ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത പ്രാർത്ഥിക്കുന്നു. മാരക രോഗങ്ങളെ ഈ ഉടമ്പടി പ്രാർത്ഥന ആരെല്ലാം എപ്പോഴെല്ലാം എവിടെയെല്ലാം വെച്ച് കൂടുന്നുവോ, വിശ്വാസത്തിൽ കൂടുന്നുവോ, അവിടെ മാരക രോഗങ്ങളെ, തീരവേദികളെ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കർത്താവേ, നൽകുന്ന സൗഖ്യങ്ങൾക്ക് നന്ദി പറയുന്ന കർത്താവേ, ആരാധന. കഴിച്ചുകൊണ്ട് പരിശുദ്ധ
പരമദിവ്യകാരുണ്യത്തിന് മക്കളെ, ഞാനിപ്പോഴും ഓർത്തത് വിവാഹം നീണ്ടുപോകുന്ന ആൾക്കാരെയാണ്. 34, 36, 33 വയസ്സുള്ള കുറേ ആൾക്കാരെ ഈശോ ഇപ്പം മനസ്സിൽ കാണിച്ചു. അവരെല്ലാം ഞാനിപ്പോൾ സമർപ്പിക്കുകയാണ്. 47 വയസ്സുള്ള ഒരാൾ ഈ ദിവസങ്ങളിൽ ഒരു സാക്ഷ്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ എല്ലാവർക്കും സാക്ഷ്യം പറയാൻ സഹായിക്കണമെന്ന് പരിശുദ്ധ അമ്മയുടെയും മധ്യസ്ഥത്തിൽ ഇപ്പോഴേ ഒരു സന്ദേശമുണ്ട്. ശരീരത്തിലെ ഉദരഭാഗങ്ങളിൽ അടിവയറ്റിലും ഊടിൻ്റെ താഴെ എവിടെയോ ഇങ്ങനെ കല്ല് പോലെ ഇരിക്കുന്നു. മാംസമാണ്. ഒരു മാംസം നമ്മുടെ ഉള്ളിയില്ലേ, ഉള്ളി പോലെ ഇരിക്കും. ഉള്ളിയുടെ അകത്ത് മുഴുവൻ ആ ഉള്ളിയുടെ അകത്തുള്ള ഭാഗങ്ങളിൽ മുഴുവൻ കല്ലാണെങ്കിൽ എങ്ങനെ ഇരിക്കും? എന്നിട്ട് ഇങ്ങനെ പൊട്ടി കല്ല് പുറത്തേക്ക് വരുന്ന ഒരു ദർശനമുണ്ട്. ചിലപ്പോൾ കിഡ്നിക്കല്ലാകാം, ചിലപ്പോൾ ഗോൾ ബാഡറിൻ്റെ കല്ലാകാം. ആന്തരിക അവയവങ്ങൾക്കുള്ളിലെ കല്ലുകളെ കർത്താവ് പുറത്തെടുക്കുന്നു. കർത്താവ് ഈ നിമിഷം ആ വ്യക്തികളെ ഈശോനാമത്തിൽ സൗഖ്യം പ്രാപിക്കുന്നു. ശ്രുതികട ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, അങ്ങ് തരുന്ന സൗഖ്യത്തിന് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അത് ഓപ്പറേഷൻ ഇല്ലാതെ തന്നെ ആ കല്ല് പുറത്തേക്ക് വരും. ചിലർക്ക് ഇപ്പോൾ ഈ തൊലി ഇങ്ങനെ തെറ്റിയിട്ട് കല്ലെടുക്കണതും കാണുന്നുണ്ട്. അത് ഓപ്പറേഷൻ വഴിയാണ് അത് കാണുന്നത്. കല്ലിൻ്റെ വെച്ച് വെച്ചാൽ കല്ലിൻ്റെ സെൻറ്റിമീറ്ററൊക്കെ പറയണമെങ്കിൽ ഭയങ്കര രസമായിരിക്കും. അതായത് എങ്ങനെയായാലും ശരി, എൻ്റെ തള്ളവിരലിൻ്റെ പകുതിയോളം ഉണ്ടാക്കല്ലേ, ഒരു പക്ഷേ തള്ളവിരലിനേക്കാൾ ഉരുണ്ടതാണ്. അത്രയും വലിയ കല്ലുകളാണ് ഇപ്പോഴീ ഈ ആരാധന സമയത്ത്. അതുകൊണ്ട് തന്നെ എൻ്റെ മക്കൾ എവിടെയെങ്കിലുമൊക്കെ വേദന തോന്നുന്നുണ്ടെങ്കിൽ, ആന്തരിക വേദന തോന്നുന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ കൈവച്ച് ഇപ്പോൾ പ്രാർത്ഥിക്കാവുന്നതാണ്. ആന്തരിക അവയവങ്ങളിൽ വേദനയുള്ള സ്ഥലങ്ങളിലെ അല്ലെങ്കിൽ രക്തോട്ടം, ഇപ്പം തന്നെ ഈ സന്ദേശത്തിൽ വന്നിരിക്കുന്ന രക്തോട്ടം കുറവാണ്. കല്ലിങ്ങനെ പൊട്ടി വരുന്നുണ്ടെങ്കിൽ ചുറ്റോട് ചുറ്റും നല്ല കടുത്ത ചോര ഉണ്ടാകേണ്ടതാണ്. പക്ഷെ അങ്ങനെയല്ല. നമ്മുടെ കണ്ണിൻ്റെ അകത്തുള്ള പാടുകളില്ലേ, അതുപോലെയുള്ള മാംസത്തിൻ്റെ നിറം, രക്തം കുറഞ്ഞിട്ട് നിറം കുറഞ്ഞ പാടില്ലേ, അതുപോലെയുള്ള ഒരു പർപ്പിൾ കളറാണ്, ഇളം പർപ്പിൾ കളറാണ്. ദാറ്റ് മീൻസ് ബ്ലഡിൻ്റെ പ്രശ്നങ്ങൾ ശരിക്കും ഉണ്ട്. നല്ല ഇൻഫെക്ഷനുള്ള ബോഡിയാണ്. കർത്താവ് സ്പർശിച്ചു കൊണ്ടിരിക്കുന്നു. ആന്തരികമാണ് ഇൻഫെക്ഷൻ ഉള്ളവർ അവിടെ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. ഇപ്പോഴച്ഛൻ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. ഈശോ ദിവ്യകാരുണ്യമേ, ജീവനോടെ അമ്മ പ്രത്യക്ഷപ്പെടാൻ ദൈവത്തിൻ്റെ കാരുണ്യം കാണിച്ച പുണ്യമായ അൾത്താറയിൽ ഇന്ന് 10,000-ങ്ങളെ നീ സുഖപ്പെടുത്തിയതിന് നന്ദി പറയുന്നു. ഇപ്പോഴേ രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും അങ്ങനെ തിരുസന്നിധിയിൽ ഓർക്കുന്നു. കർത്താവ്, വിശ്വാസമുള്ളവരെ, വിശ്വാസമില്ലാത്തവരെ, പ്രഖ്യാപിത നിരീശ്വരന്മാരായ പുനം കർത്താവ്, ഇൻ കേസ് കർത്താവ് ആക്സിഡൻ്റലായിട്ട് കർത്താവ് ഈ ധ്യാനം കൂടാനോ കാണാനോ ഇടയായാൽ അവരെ ആ നിമിഷം കർത്താവ് പഴയ വൈദാഘാതം പോലെ അടിപ്പിടർ പോലെ കർത്താവ് ദൈവികമായ ശക്തി, ദൈവത്തിൻ്റെ കരുണയിൽ നിന്ന് കർത്താവ് അവരിലേക്ക് ചൊരിഞ്ഞുകൊണ്ട് മാർഗ രോഗങ്ങളെ, വ്യാധികളെ, കാലം മുതൽ ഉച്ചവരെയുള്ള രോഗങ്ങളെ യേശുവിന്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. യേശുവേ, സൗഖ്യങ്ങൾ നന്ദി പറയുന്ന കർത്താവേ, കർത്താവേ, രോഗസൗഖ്യങ്ങൾ നന്ദി പറയുന്നു. യേശുവേ, ആരാധന. കരം കഴിച്ചുകൊണ്ട് പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് മക്കളെ, തലയിലെ മുഴ പൊങ്ങി വരുന്നവരെ കർത്താവ് കാണിച്ചിരുന്നു. ആ ഭാഗത്തുള്ള മുടി വെട്ടിക്കളഞ്ഞിട്ട് അവിടുന്ന് ആ സിസ്റ്റോ മുഴയോ എന്തോ സൗഖ്യ ഓപ്പറേഷൻ ചിലപ്പോൾ വിധിച്ച കാര്യമായിരിക്കാം. നമ്മൾ തലയിലെ നെറുകയിൽ
ആ വ്യക്തിയെ കർത്താവ് സ്പർശിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. തലയിൽ എവിടെയെങ്കിലുമൊക്കെ ഇതുപോലെയുള്ള മുഴകൾ തലയോട്ടിലൂടെ പൊങ്ങി വരുന്നവരും അല്ലെങ്കിൽ മൃദുലമായി പൊങ്ങി വന്ന് ചൊവ്വായിട്ട് കിടക്കുന്നവരൊക്കെ അവിടെ സ്പർശിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. കൂടുതൽ അപകടം ഉണ്ടാകാത്ത രീതിയിൽ അത് പൂർണ്ണമായി സൗഖ്യപ്പെടാനുള്ളത് വൈദ്യശാസ്ത്രപരമായിട്ടോ ദൈവികമായിട്ടോ സൗഖ്യപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന, ദൈവികമായി ഇടപെടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. കർത്താവേ, അങ്ങ് എന്താണ് വിചാരിക്കുന്നത് അത് രീതിയിൽ കൂടുതൽ അപകടമില്ലാത്ത രീതിയിൽ അങ്ങ് മുഴയുള്ള എല്ലാ വ്യക്തികളെയും, ഉള്ളംകാല ഉച്ചവരെ മുഴയുള്ള എല്ലാ വ്യക്തികളെയും, എല്ലിൻ്റെ മുഴകൾ, മാംസത്തിൻ്റെ മുഴകൾ, ചൊവ്വാൻ്റെ മുഴകൾ, ക്യാൻസർ മുഴകൾ, യേശു ക്രിസ്തുവിൻ്റെ ഉന്നതമായ നാമത്തിൽ ദൈവകൃപാനെ ആശ്രയിച്ചുകൊണ്ട് യേശു നാമത്തിൽ പ്രാർത്ഥിക്കുന്ന ആ മുഴകൾ ഈശോ നാമത്തിൽ ഇപ്പോഴേ സൗഖ്യമാകട്ടെ. കരങ്ങൾ വീശി ആരാധന. എന്തോ രോഗത്തിന് വേണ്ടി ഇടത് കൈയിൽ എന്തോ മെറ്റലായിട്ടുള്ള സംഭവങ്ങൾ കെട്ടിക്കൊണ്ട് നടക്കുന്നവരെ കാണിക്കുന്നുണ്ട് ഈശോ. ചിലപ്പോൾ പ്രഷറിനായിരിക്കാം, അല്ലെങ്കിൽ ഷുഗറായിരിക്കാം. ഇതൊക്കെ ഒന്ന് നോർമലാകാൻ വേണ്ടി എന്തോ ശരീരത്തെ എന്തോ ഉപയോഗിക്കുന്നവരെ കർത്താവരെ സ്പർശിക്കുന്നുണ്ട്. പ്രഷർ രോഗികളും ഷുഗർ രോഗികളും മറ്റ് ഏതെങ്കിലും രോഗങ്ങളുള്ളവരെ ശരീരത്തിൽ എന്തെങ്കിലും പ്രത്യേകമായിട്ട് ആ രോഗത്തിൻ്റെ ശമനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നവരെ ഇപ്പോൾ കർത്താവ് സൗഖ്യപ്പെടുത്തുന്ന സമയമാണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും സാക്ഷ്യം പറയാൻ കഴിയും. 17 ദിവസം സാക്ഷ്യം പറയാൻ വേണ്ടി അടയാളം കിട്ടാൻ വേണ്ടി നൽകിയിട്ടുണ്ട്. അത് ഇപ്പോഴും ഓർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, വിവാഹം ഒത്തുവരാത്തവരെ, വിവാഹം നീളുന്നവരെ, വസ്തു വെക്കാത്തവരെ, ജോലി ലഭിക്കാത്തവരെ, പരീക്ഷ എഴുതിയിരിക്കുന്നവരെ, വാടക താമസിക്കുന്നവരെ, സാമ്പത്തിക ബാധ്യതകളാൽ തകർന്നു പോയവരെ, ജോലി ഇല്ലാത്തവരെ, വരുമാനം നഷ്ടപ്പെട്ടവരെ, വിവാഹം തകർന്നവരെ, കുടുംബജീവിതത്തിന്റെ വിഷമത്തിലെ തകർച്ചയിൽ കഴിയുന്നവരെ, മാരക രോഗികളെ യേശുവിന്റെ നാമത്തിലെ ഈ നിമിഷം സൗഖ്യവും ശക്തിയും വിടുതലും പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, അങ്ങ് ഇടപെടുന്ന നന്ദി പറയുന്ന കർത്താവേ, കരങ്ങൾ അടിച്ചുകൊണ്ട് ആരാധിക്കുമ്പോൾ എല്ലാവരും ആരാധിക്കുമ്പോൾ യേശുവേ ആരാധന, ആരാധിക്കുമ്പോൾ യേശുവേ ആരാധന, സമാധാനം, സന്തോഷം, പരിശുദ്ധപരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കും. കുഞ്ഞുങ്ങളെ കാണിക്കുന്നുണ്ട്. അതിലൊരു കുഞ്ഞിൻ്റെ ഒരു ആൺകുഞ്ഞിനെ കാണിക്കുന്നുണ്ട്. അവരൊരു 3 വയസ്സ് കാണും. അവൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ അവൻ എഴുന്നേറ്റിരിക്കുകയാണ്, പക്ഷെ ആ കാലെ കുത്തി പൊങ്ങത്തില്ല. അവൻ എഴുന്നേറ്റ് വരെ ഇരിക്കും, കൈ ഇങ്ങനെ മടക്കി പുറകോട്ട് വെക്കും. എന്നിട്ട് നമ്മളിങ്ങനെ നോക്കും, അധികം സംസാരിക്കത്തില്ല, കാലെ കുത്തി പൊങ്ങത്തില്ല. അങ്ങനെ ആ കുഞ്ഞിനെ കർത്താവ് സ്പർശിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതേ പ്രായത്തിലുള്ള ഗർഭസ്ഥ ശിശുക്കളെയും അതേ പ്രായത്തിലുള്ളതല്ല, കുഞ്ഞുങ്ങളുടെ കൂട്ടത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്പോൾ ഓർക്കുന്ന കാര്യങ്ങളാണ്. ഗർഭസ്ഥ ശിശുക്കളെയും അതുപോലെ 3.5 വയസ്സുള്ള പ്രായമുള്ള കുഞ്ഞുങ്ങളെയും, അതിൻ്റെ മേൽ കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ ഇന്ന് വിളിക്കാൻ പറ്റുന്ന പ്രായം വരെ 5 വയസ്സ് വരെയൊക്കെ ഉള്ള കുഞ്ഞുങ്ങളെ ഇപ്പോഴും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ഇതുപോലുള്ള എല്ലാ കുഞ്ഞുങ്ങളും നീ കാണിച്ചു തന്നവരെയുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും ഇപ്പോൾ ഓർത്തോർത്ത് പ്രാർത്ഥിക്കണം. കർത്താവേ, ഈശോ, കുഞ്ഞുങ്ങളോട് നിനക്ക് എന്തൊരു കരുണയാണ്, എന്തൊരു ഓമനത്വമാണ്, എന്തൊരു സ്നേഹമാണ് കർത്താവേ. ആ സ്നേഹം ദിവ്യകാരുണ്യമേ ഇപ്പോഴേ കുഞ്ഞുങ്ങളെ ഓർത്തുകൊണ്ട് വേദനിക്കുന്നത്. കുഞ്ഞുങ്ങൾ സംസാരിക്കുന്നില്ലല്ലോ, കുഞ്ഞുങ്ങൾക്ക് കാഴ്ച കിട്ടുന്നില്ലല്ലോ, കുഞ്ഞുങ്ങൾ എഴുന്നേറ്റ് നടക്കുന്നില്ലല്ലോ, കുഞ്ഞുങ്ങൾക്ക് അമർന്ന് വീഴുന്നില്ലല്ലോ, കുഞ്ഞുങ്ങൾ നിരകുന്നില്ലല്ലോ എന്ന് ഓർത്ത് വേദിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളും യേശുവിന്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. കുഞ്ഞുങ്ങളെ സ്പർശിക്കുന്ന പറയുന്നു കർത്താവേ, സ്പർശിക്കുന്ന പറയുന്നു കർത്താവേ. ഹല്ലേലൂയ, യേശുവേ ആരാധന, കരങ്ങൾ വീശി ആരാധിക്കുക. സ്പർശ
മക്കളെ ജോലിയില്ല, അത് കാരണം വിവാഹം വെക്കണില്ല. 10-40 വയസ്സുള്ള പുരുഷന്മാരുണ്ടാകും, അവർക്ക് ജോലിയില്ല, വിവാഹം വെക്കണില്ല. അവരുടെ രീതിക്കനുസരിച്ച് ജീവിത പങ്കാളി ലഭ്യമല്ല. ഒന്നും ചെയ്യാൻ പറ്റാതെ നിസ്സഹായമായിട്ട് നിരാശപ്പെട്ട് നടക്കുന്നവരെ ഇപ്പോൾ ആരാധനയിൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന്, കർത്താവേ, ഇപ്പോഴങ്ങ് കാണിച്ചു തന്നിട്ടുള്ള ഒരു പുരുഷന്മാരിലെ, അതുപോലെ തന്നെ ആ വയസ്സുള്ള സ്ത്രീകളിലും ജീവിത പങ്കാളിയെ വേണമെന്ന് കട്ടായം ആഗ്രഹിക്കുന്നവരെ, എനിക്കല്ലെങ്കിൽ ഒരു ജീവിതമില്ല എന്ന് അനുഭവം കൊണ്ടറിയാവുന്നവരെ, എല്ലാ വേദനയോടും കൂടി കർത്താവേ ഇപ്പോഴങ്ങയുടെ തിരുസന്നിധി കൊണ്ടുവരികയാണ്. അവരെ നീ കരുണ കാണിക്കണം. അവരുടെ കാര്യങ്ങൾ എന്തു തന്നെയായാലും കർത്താവേ, ഞങ്ങളുടെ കാര്യങ്ങളൊന്നുമല്ല, ഞങ്ങളുടെ കാര്യങ്ങളുടെ എല്ലാം പിന്നിലുള്ളത് നീ ഞങ്ങൾക്ക് വേണ്ടി ചിന്തിയ രക്തമാണ്. ആ തിരുരക്തത്താൽ ഞങ്ങൾ അതിൻ്റെ യോഗ്യതയാൽ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ അതിന് യാചിക്കുകയാണ്. അർഹതയില്ലെങ്കിൽ അവർക്ക് വിടുതൽ നൽകണമേ, അവർക്ക് ജീവിതം നൽകണമേ. Thank you, Jesus. കോവിഡിനെ സംബന്ധിച്ച് പ്രാർത്ഥിക്കാൻ ഈശോ ഇപ്പോഴേ ഞാനത് ഓർക്കാതിരിക്കരുന്ന്. ഇപ്പോൾ കോവിഡിൻ്റെ കാര്യം ഈശോ മനസ്സിൽ തന്നുകൊണ്ട് പറയുകയാണ്. കോവിഡ് വന്നു പോയവരിൽ അപകടകരമായ രീതിയിൽ അവയവങ്ങൾക്ക് കേടുപാട് വന്നു പോയവരെ കാണിക്കുന്നുണ്ട്. കോവിഡും ശക്തിയും തമ്മിൽ ബന്ധമുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷേ അങ്ങനൊരു സൂചന ഇവിടെ വരുന്നുണ്ട്. കാഴ്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഈശോ ആവശ്യപ്പെടുന്നുണ്ട്. വെന്റിലേറ്ററും ഓക്സിജനും പോലും കിട്ടാത്ത അവസ്ഥയിൽ നമ്മുടെ രാജ്യത്ത് തന്നെ ജനങ്ങൾ വേദനിക്കുന്നുണ്ട്. നമ്മുടെ എന്ത് മഹത്വമാണെന്ന് പറഞ്ഞാലും ഒരു ജീവനെ നിലനിർത്താൻ കഴിയാത്ത നിസ്സഹായത ഒരു ദേശീയ ദുരന്തമായി തിരിച്ചറിഞ്ഞ് അംഗീകരിച്ച് എളിമപ്പെട്ടുകൊണ്ട് ദൈവതിരുസന്നിധിയിലെ രാഷ്ട്രീയ ഭരണാധികാരികൾ മുട്ടയിഴഞ്ഞ് ജനങ്ങൾക്ക് വേണ്ടി അവർ സത്യസന്ധമായ നിലപാടെടുത്തില്ലെങ്കിൽ അവർക്ക് ദുരിതമുണ്ടാകും. കർത്താവെ, കോവിഡ് രോഗികളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കോവിഡ് രോഗികൾ അങ്ങയുടെ തിരുസന്നിധിയെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ക്വാറന്റൈൻ കഴിയുന്നവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ആശുപത്രി കഴിയുന്നവരെയും ഹോം ക്വാറന്റൈനിൽ താമസിക്കുന്നവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എനിക്കൊരു ജീവിതമില്ലല്ലോ, എൻ്റെ ജീവിതം തീർന്നല്ലോ എന്ന് ചിന്തിക്കുന്നവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ ഉന്നതമായ നാമത്തിൽ കോവിഡിനെ ശുശ്രൂഷിക്കുന്ന രോഗികളെ ശുശ്രൂഷിക്കുന്നവരും അവരുടെ വീട്ടുകാരും ആരോഗ്യ പ്രവർത്തകരും അതിനേക്കാളുപരി കോവിഡ് രോഗം വന്നവരെ അതിൻ്റെ രോഗം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരെ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോഴേ സൗഖ്യം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവേ, എല്ലാ കോവിഡ് രോഗികളെ സ്പർശിക്കണമേ. കർത്താവേ, ലോകമാസകലമുള്ള കോവിഡ് രോഗികളെ സ്പർശിക്കണമേ. ഐസൊലേഷനിൽ കഴിയുന്നവരെ സ്പർശിക്കണമേ. ഗൃഹ ക്വാറന്റൈനിൽ കഴിയുന്നവരെ സ്പർശിക്കണമേ. കർത്താവേ, ദൈവമേ, അവിടുത്തെ ശക്തി ഒഴുക്കണമേ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. സമാപന ആശീർവാദമാണ്. മൗനമായി പ്രാർത്ഥിക്കാവുന്നതാണ്. സമാപന ആശീർവാദത്തിന് സമയമാണ്. ഏതെങ്കിലും ഉടമ്പടി വിഷയങ്ങൾ ഇപ്പോഴ് അച്ഛൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൗനമായി പ്രാർത്ഥിക്കാവുന്ന. ഓൺലൈനിലൂടെ ശ്രദ്ധിക്കുക. നിങ്ങൾ ഉടമ്പടി വെച്ച വിഷയങ്ങൾ ഇപ്പോഴേ പരിശുദ്ധ അമ്മ ഈശോയ്ക്ക് സമർപ്പിക്കുന്ന ആരാധന ആശീർവാദ നിമിഷങ്ങളിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. നിങ്ങൾ മുട്ടിൽ നിന്നുകൊണ്ട് ഭക്തിയോടെ, അമ്മേ, എന്നെ സാക്ഷിയാക്കണമേ, എൻ്റെ സഹനങ്ങളെ സന്തോഷമാക്കണമെന്ന് പ്രാർത്ഥിക്കുക. നമുക്ക് സമാപന ആശീർവാദം സ്വീകരിക്കാം. ദിവ്യകാരുണ്യ ഈശോ നമ്മളെ ആശീർവദിക്കാൻ പോവുകയാണ്. നമുക്ക് മുട്ടുമേൽ നിന്നുകൊണ്ട് കേട്ട വചനങ്ങളെയെല്ലാം ഹൃദയത്തിലേക്ക് ധ്യാനിക്കാം. ഉടമ്പടിയിൽ അഭിഷേകം സ്വീകരിക്കാം. കരങ്ങൾ ഉയർത്തി ശക്തമായി സ്തുതിക്കട്ടെ. നിങ്ങൾ ഉടമ്പടിയിൽ സംബന്ധിച്ച എല്ലാ നിയോഗങ്ങളുടെ മേലും കർത്താവിന്റെ കൃപ ചൊരിയുകയാണ്. ദൈവത്തിന്റെ കൃപ ചൊരിയുകയാണ്. എല്ലാ നിയോഗങ്ങളുടെ മേലും തീരാവ്യാധിയിൽ കഴിയുന്നവരെ, മാരക രോഗങ്ങളിൽ കഴിയുന്നവരെ, ക്വാറന്റൈനിൽ കഴിയുന്നവരെ, കൊറോണ വൈറസ് രോഗത്തിന് അടിമപ്പെട്ട് കഴിയുന്നവരെ, അവരെല്ലാം ഈശോ സൗഖ്യപ്പെടുത്തുകയാണ്. കർത്താവേ,
കർത്താവിന്റെ കൃപ ചൊരിയുകയാണ്. വിവാഹ പ്രായമായിട്ടുള്ളവര്, ബിസിനസ് തകർച്ചയിൽ കഴിയുന്നവര്, സാമ്പത്തിക ഞെരുക്കങ്ങളിൽ കഴിയുന്നവര്, കുടുംബ സമാധാനമില്ലാതെ കഴിയുന്നവര്, തെറ്റായ കൂട്ടുകെട്ടിൽ പ്രേമബന്ധത്തിൽ കഴിയുന്നവര്, അങ്ങനെയുള്ള കുടുംബങ്ങള് ഈശോ സ്പർശിക്കുകയാണ്. യേശുവേ ആരാധന, യേശുവേ ആരാധന. ശിരസ്നമിച്ച് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.